കംഫർട്ട് സോണിൽ ഒരാൾക്ക് ഒരു സക്സസ് ഇല്ല. കംഫർട്ട് സോൺ അതിജീവിച്ച് അവർ അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തണം. ഇത് തന്നെയാണ് പാഠം, ഇത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സംഭവമാണ്. ഈ ഭയമുണ്ടല്ലോ, അതായത് തോറ്റാൽ സ്കാം എന്നുള്ള ഭയപ്പെടുത്തിയാണ് ഒരു യൂത്തിന് ഇവിടെ നിന്ന് ഓടിച്ചത്. തോറ്റാൽ സ്കാമാണ്. തോക്കാനുള്ള ഫ്രീഡം സത്യത്തിൽ കേരളത്തിനില്ല. കേരളത്തിലൊരു ബിസിനസ് തോക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും? ഒരിക്കലും ഇല്ല. ഇത് എന്താണ് ടാൽറോപ്പ്? ഇതുപോലെ ഒരു കമ്പനിയെ കേട്ടിട്ടില്ലല്ലോ. സിലിക്കൺ വാലി ഉണ്ടാക്കുമോ ഇവര്? സിലിക്കൺ വാലി എങ്ങനെ ഉണ്ടാക്കും? സിലിക്കൺ ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടാക്കിയതാണോ സിലിക്കൺ വാലി? ഈ സംഭവം നമുക്ക് റിസൾട്ടായിട്ടുള്ളത് കൊണ്ട്, ഇപ്പോൾ റിസൾട്ടായിട്ട് ഒരുപാട് സംവിധാനം, ഇപ്പോൾ നമ്മുടെ 19 വയസ്സുകാരനായിട്ടുള്ള മഹാദേവൻ്റെ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, ആ ഒരു മോഡം, ആ ഓട്ടോമേഷൻ മോഡം, അത് ഈ ഒരു പ്രോബ്ലം അവൻ സോൾവ് ചെയ്തു എന്നുള്ളതാണ് ടാൽറോപ്പിന്റെ വിജയം. 60 പേര്, ഓക്കെ, 110 പേര് നമ്മൾ പറയുമ്പോൾ, പക്ഷെ അതിലും നമ്മൾ എക്സ്ട്രീം പറഞ്ഞു കഴിഞ്ഞാൽ 60 ആള് ഒരു കാരണവശാലും ഈ കമ്പനി റിസൈൻ ചെയ്യില്ല. ഇതിനുള്ള മാജിക് എന്ന് പറയുന്നത് ടാൽറോപ്പിന്റെ വുമൺ ഓൺട്രപ്രണേഴ്സ് തന്നെയാണ്. ഞാൻ മലപ്പുറത്തുനിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് ടാൽറോപ്പിന്റെ ഓൺട്രപ്രണേഴ്സായ 2 വുമൺ ഓൺട്രപ്രണേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഓരോ ഓൺട്രപ്രണേഴ്സിൻ്റെ, വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു നിര തന്നെ നമ്മുടെ ടീമിലുണ്ട്. എക്സാക്ട്ലി ടാൽറോപ്പ് സെല്ല് ചെയ്യുന്ന എന്താണ്? ട്രസ്റ്റാണ്. നമ്മളിന്ന് മറ്റൊരു എപ്പിസോഡിലേക്ക്, ടാൽറോപ്പിൻ്റെ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് പോവുകയാണ്. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ 2017 ടാൽറോപ്പിനോടൊപ്പം ജോയിൻ ചെയ്ത നമ്മുടെ ജോൺസ് ജോസഫും, അതോടൊപ്പം 2020 നമുക്കൊപ്പം ജോയിൻ ചെയ്ത ആൻമേരി ജിജു നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളാണ് ഇന്ന് ആക്ച്വലി എൻ്റെ ഗസ്റ്റുകൾ. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നു, നിങ്ങളിവിടെ ഗസ്റ്റായിട്ടിരിക്കുന്നു. നമ്മൾ ഈ അൺടോൾഡ് സ്റ്റോറീസ് തുടങ്ങിയതിൻ്റെ റീസൺ തന്നെ എന്താണ്? ടാൽറോപ്പിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയൊരു തലമുറ ടാൽറോപ്പിനെ വിശ്വസിച്ച് കേരളത്തിൽ വരുന്നുണ്ട്. 10 വയസ്സിന് മുകളിൽ 10,000-ലധികം കുട്ടികളാണ് ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷൻ വിശ്വസിച്ചുകൊണ്ട് വളർന്നു വരുന്നത്. അപ്പം ഇവരോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ടാൽറോപ്പ് 2015 മുതൽ ഇതുവരെ വന്നത്, എന്തൊക്കെ സ്ട്രഗിളാണ് ടാൽറോപ്പ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഇത് ഇവരോട് പറയുന്നതാണ്. ഇപ്പം നമ്മളിത് പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് അല്ല, ടാൽറോപ്പിനെ ശരിക്കും മനസ്സിലാക്കി വരേണ്ട ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ജോൺസ് 2017 ടാൽറോപ്പിൻ്റെ ഒരു ആശയം ഞാൻ വന്നിങ്ങനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു 20ഓളം പേരുടെ ടീമിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം അവിടെ വന്നു, എൻട്രി ചെയ്തു. ഞാൻ ഈ ആശയമൊക്കെ പറയുമ്പോൾ ജോൺസിന് എന്താ തോന്നിയത്? ആദ്യം വന്നത് ഈ വേഷത്തിലല്ല. 2017 അതെ, ഏപ്രിൽ മാസമാണ് സഫീർക്ക വരുന്നത്. നമ്മുടെ സിറ്റിക്കിലാണ് ആദ്യത്തെ നമ്മുടെ മീറ്റിംഗ്. അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട് കുസാറ്റിലെ 1-2 പേരുമായിട്ട് ആണ് സഫീർക്ക ആദ്യം സംസാരിച്ച്. ഞാൻ പിന്നെ അവർ വഴി അറിഞ്ഞ് ആ ഒരു ഫസ്റ്റ് പ്രസന്റേഷൻ, യെസ് അതെ, അജയുമായിട്ടും അതുപോലെ തന്നെ ഹാഷിം, അതെ. അപ്പോൾ ഇവരിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഞാൻ വരുന്നത്. സിറ്റിക്കിലായിരുന്നു ആ ഫസ്റ്റ് മീറ്റിംഗ്. എനിക്കൊന്ന് സഫീർക്കയും ഷമീർക്കയും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് ഒരു 1.5 മണിക്കൂർ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ആ 1 മണിക്കൂർ ഞാൻ വൃത്തിക്ക് കേട്ടു. കാരണം 3-ാം വർഷമാണ്. 3-ാം വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ബിടെക് 2014 ഞാൻ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്തു, കുസാറ്റിലേക്ക് അഡ്മിഷൻസ് എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു TCSൽ കയറണം, അല്ലെങ്കിൽ ഇൻഫോസിസിൽ കയറണം എന്നൊക്കെ തന്നെയായിരുന്നു ഞാൻ ആലോചിച്ച് കയറിയത്. കുസാറ്റിൽ 4 കൊല്ലത്തെ ബിടെക് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ കയറണം, ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറണം. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കുസാറ്റിൽ 2-3 ദിവസത്തെ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓറിയൻറ്റേഷനിലാണ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിറ്റി കൊണ്ടുവന്നും ഇവിടെ സ്റ്റാർട്ടപ്പ് ഐഡിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നും, ഇവിടുത്തെ പല അലുമിനീസും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അവരുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫയർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറൊക്കെ സിറ്റിക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കറങ്ങി നടന്നു. എന്ത് ചെയ്തു, കുസാറ്റ് എക്സ്പ്ലോർ ചെയ്തു. കുസാറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഫ്രീഡം ഉള്ളൊരു ക്യാമ്പസാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിൽ അവർ പേരൻസിനെ വിളിച്ച് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇന്നില്ല, കുസാറ്റിലില്ല. ഒരു കിളിക്കൂടല്ല, അല്ലാത്ത ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കുസാറ്റിനുണ്ട്.
അപ്പോൾ ഈ 3-ാം വർഷം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി നമ്മളൊരു കരിയറിലേക്ക് ഇനി അങ്ങോട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് ഈ തേർഡ് ഇയർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പ്ലേസ്ഡ് ആയി തുടങ്ങി, തേർഡ് ഇയേഴ്സിൽ ഓൾറെഡി എൻ്റെ കൊളീഗ്സ് പ്ലേസ്ഡ് ആയി തുടങ്ങി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ബാക്ക് പേപ്പേഴ്സും സപ്ലിയും എല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഒരു കമ്പനിയിലും എന്ത് ചെയ്യുന്നില്ല, ക്വാളിഫൈ ആവുന്നില്ല ഇൻ്റർവ്യൂവിൽ പോലും ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സഫീർക്കയുടെ പ്രസൻറ്റേഷൻസിലേക്ക് വരുന്നത്. ഓടി പിടിച്ചാണ് വരുന്നത്. അന്ന് ഞാൻ ലേറ്റ് ആയിരുന്നു. അന്ന് അങ്ങനെ വന്നു, മഴയുണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഞാൻ ആ പ്രസൻറ്റേഷനിലേക്ക് വന്ന് ഇരിക്കുന്നത്. ഇന്ന് 1.5 മണിക്കൂർ നിങ്ങളുടെ പ്രസൻറ്റേഷൻ കേട്ടു. കേട്ടപ്പോഴേക്കും അന്ന് പറഞ്ഞ വിഷൻ ഒന്നാണെങ്കിലും അന്ന് പറഞ്ഞ ഒരു സംഭവം എന്ത് ചെയ്യുന്നില്ല, ഇന്ന് ടാൽറോപ്പിൽ നമ്മൾ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. ഒരുപാട് പിവോട്ട് ചെയ്ത് ടാൽറോപ്പ് ഇപ്പോൾ എന്താ ആ വിഷൻ പക്ഷേ ഇപ്പോഴും എന്താണ് അലൈവാണ്. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, കാരണം ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പല കമ്പനികളും നമ്മളെ അപ്രോച്ച് ചെയ്യും. അറിയാലോ, സ്റ്റുഡൻസിനെ പല കമ്പനികളും അപ്രോച്ച് ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ കുസാറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഫൗണ്ടേഴ്സ് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ചിലവരെന്താണ് ഇ-കോമേഴ്സിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്, ചിലവർ സ്മാർട്ട് ടോയ്ലറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റോബോട്ടിക്സിൽ ഒരു ഫൗണ്ടർ അവിടെ ഉണ്ട്. സിറ്റിയിൽ ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല ഇവൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രസൻറ്റേഷൻ, സഫീർക്കയുടെ പ്രസൻറ്റേഷനിൽ നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അതായത് ഒരു കൺവീനിയൻസ് കാറ്റഗറിയിൽ ഒരു ഇ-കോമേഴ്സ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഊബർ ഡെവലപ്പ് ചെയ്യാനോ അല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ജോബില്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കളക്റ്റീവ്ലി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു സിലിക്കൺ വാലി തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അത് വല്ലാതെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, ഇത് ഭയങ്കര എക്സാജറേഷൻ ആണ്, അന്ന് വല്ലാണ്ട് ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഓക്കെ, ഞാൻ സീരിയസ് ആയിരുന്നു, എൻ്റെ കരിയറിനെ കുറിച്ച് ഞാൻ വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഓക്കെ, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പതറാതൊരു സംഭവം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കൊടുത്തു നോക്കാം. അങ്ങനെയാണ് മെയ് 1-ാം തീയതി 2017 ഞാൻ ടാൽറോപ്പിലേക്ക് ആസ് എ വോളണ്ടിയർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്നോടൊപ്പം കുസാറ്റിലെ 20ഓളം പേരുണ്ടായിരുന്നു. അന്ന് ഷമീർക്ക ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഷമീർക്ക വളരെ സൈലന്റ് പാർട്ണർ ആയിരുന്നു, അന്നൊന്നും മിണ്ടിയില്ല. അന്നത്തെ പ്രസൻറ്റേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു വലിയൊരു വിഷനാണ്. ഒന്നിലെ ഇത് എക്സാജറേഷൻ ആണ്, ഒന്നിലെ ഈ സഫീർ നജ്മുദ്ദീൻ എന്ന് പറയുന്നൊരു ആൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പേരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം, അതുകൊണ്ട് ഒരു എക്സാജറേഷൻ എന്ന് പറഞ്ഞു നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുമെന്ന് എക്സ്പെക്ടേഷനിലാണ് പുള്ളി വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു പച്ച റിയാലിറ്റിയാണ്, കുറേ ടൈം എടുക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അങ്ങനെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു കൗതുകത്തിലാണ് ടാൽറോപ്പിലേക്ക് ഞാൻ വോളണ്ടിയർ ആയിട്ട് മെയ് 1-ാം തീയതി 2017 എന്ത് ചെയ്തത്, ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ അന്ന് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 140 കോളേജ് ചെയ്യുന്നു. ഇപ്പം 100 പേര് വീതം നമുക്കൊരു ടീം 1400 പേരുടെ പുതിയൊരു വോളണ്ടിയർ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന കഥയും ജോൺസിൻ്റെ കഥയാണ്. അപ്പോൾ ജോൺസ് 2017 അന്ന് ജോൺസിനോട് നമ്മൾ എന്താണോ വന്ന് പറഞ്ഞത് അതാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. അന്ന് ജോൺസ് അത് വിശ്വസിച്ചു. എന്നിട്ട് നമ്മൾ ജോൺസ് ഇപ്പം എന്താണ് നാഷണൽ ലെവലിൽ ഇപ്പം നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോൺക്ലേവിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കാണിച്ചിട്ട് പറയും. അന്ന് വിശ്വസിച്ച ജോൺസാണ് ഇന്ന് ഈ ഒരു മിഷൻ ഇന്ത്യയിൽ കന്യാകുമാരി ടു കാശ്മീർ വരെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങളും വിശ്വസിക്കണം. ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ഒരുമിച്ച് വരണം. എന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. അപ്പം ജോൺസന് ഇപ്പം നമ്മളൊരു 8 കൊല്ലം ഈ 8 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഇന്നത്തെ ടാൽറോപ്പിൻ്റെ ഒരു മിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മിഷൻ നാഷണൽ ലെവലിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, കന്യാകുമാരി ടു കാശ്മീർ ഓരോ സ്റ്റേറ്റിലേക്ക് പോയി ചെയ്യുമ്പോൾ എക്സാക്ട്ലി എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ 16 സ്റ്റേറ്റുകളിലേക്ക് ടാൽറോപ്പ് ഓൾറെഡി എന്ത് ചെയ്തു, കോൺക്ലേവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുക, കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതെല്ലാം ഡെയിലി ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം കുട്ടിയെ പോലെയാണ്. 2-3 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഫീലൊന്നും ചെയ്യില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കുട്ടി വലുതായല്ലേ എന്ന് പറയുന്ന പോലെയാണ് ടാൽറോപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു വളർച്ച. അപ്പം ഞാൻ പുറത്തു പോകുമ്പോഴുള്ള ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാൻ പോയി കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡ് കോൺക്ലേവിൽ, ഛത്തീസ്ഗഡ് ലാസ്റ്റ് കോൺക്ലേവ് ആണ്. അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റെസിഡൻറ്റ് എഡിറ്ററാണ് അവിടെ വന്നിരിക്കുന്നത്.
പുള്ളിയുടെ അടുത്ത് ഞാൻ ടാൽറോപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ടാൽറോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. പുള്ളി കൗതുകമാണ് എങ്ങനെയാണ് ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്ത് 10 വർഷമായിട്ടുള്ളൂ. 10 വർഷത്തിൽ കേരളത്തിന് 14 ജില്ലകളിലും നമുക്ക് പ്രസൻസ് ഉണ്ട്, 20 പാർലമെന്ററിയിൽ പ്രസൻസ് ഉണ്ട്, 140 ടെക്കീസ് പാർക്കിൽ ബിൽഡ് ചെയ്യാനുള്ള ഫ്രെയിം വർക്ക് റെഡിയായി, അതിൽ പലതും ബിൽഡ് ചെയ്തു, അപ്കമിങ് സൈൻ ചെയ്ത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു വർഷം കൊണ്ട് 100ഓളം വില്ലേജ് പാർക്കുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇൻവെന്റർ പാർക്കിൽ നിന്ന് നമ്മുടെ ഇൻവെന്റേഴ്സ് റോബോട്ടും ചെറിയ റോബോട്ട്സും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് പറയുമ്പോൾ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകമാണ്, ക്യൂരിയോസിറ്റിയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഇത് റിയാലിറ്റി ആണോ, ഈ സംഭവം ഇതൊക്കെ നടക്കുന്നുണ്ടോ? പിന്നെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കി ഞാൻ, പിന്നെ എൻ്റെ ഫോണിൽ ഈ സംവിധാനം ടെസ്റ്റിമൽസ് ഒക്കെ കാണിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിൽ വിശ്വസിക്കാൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ പിന്നെയാണ് കേരളത്തിനെ കുറിച്ച് അവർ സംസാരിച്ച് തുടങ്ങുന്നത്. കേരള ഇസ് ഫസ്റ്റ് ഇൻ മെനി തിങ്സ് എന്ന് പറഞ്ഞ് അവർ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ മുന്നിൽ പറഞ്ഞു. അതിപ്പോൾ ഹയസ്റ്റ് ലിറ്ററസി ഒക്കെ പറയുമെങ്കിൽ പോലും ഹയസ്റ്റ് ലിറ്ററസിയാണ് കേരളത്തിൽ. എന്താ പറയുക, ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയത് കേരളമാണ്. അത് കേരള മോഡലാണ് ഇപ്പൊ പല സ്റ്റേറ്റുകളിലും എന്ത് ചെയ്യുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്തു പോകുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് ഓവർവെൽമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു അഹങ്കാരം വേണം പറയാമെങ്കിലും ഈ PhD ഹോൾഡേഴ്സ് എല്ലാവരും എന്നെ വന്ന് സർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി നമുക്കൊരു ഫീൽ ചെയ്യും, സർ ഡോണ്ട് കോൾ മീ സർ. ഞാൻ അങ്ങനെ അവർ പ്ലീസ് ഡോണ്ട് കോൾ മീ സർ, ഐ എം റിയലി യങ്ങർ ദാൻ യു. പക്ഷെ അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സർ എന്ന് വിളിച്ചേ പറ്റൂ. നമുക്കത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ആണെങ്കിൽ പോലും ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു അത്രയും വലിയൊരു മിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പുറത്തു പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ കുട്ടിയെ ഗ്രോ ചെയ്യുന്നത് നമ്മൾ കാണുന്ന പോലെയാണ് ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇരിക്കുന്നത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ പുറത്തു പോകുമ്പോഴുള്ള റിയാക്ഷൻസും, കാരണം ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, അതായത് 2030 ആകുമ്പോഴേക്കും ഇതൊരു സിലിക്കൺ വാലി ആക്കാനുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മൾ കഴിഞ്ഞു. നമ്മുടെ R&D പ്യൂറിലായിട്ട് കഴിഞ്ഞു. ഇനി വിതിൻ എ മാറ്റർ ഓഫ് ടൈമാണ്. നമ്മുടെ കൊച്ചു പിള്ളേർ ഇനി വലുതായി അവർ ഇന്നോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്നോവേഷൻ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംഭവവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വെയിറ്റിംഗ് ആണ്. ഇനി അവർ പഠിച്ച് വളർന്നു വരണം. ഈ സംഭവം നമുക്ക് റിസൾട്ടായിട്ടുള്ളത് കൊണ്ട്, ഇപ്പോൾ റിസൾട്ടായിട്ട് ഒരുപാട് സംവിധാനം, ഇപ്പോൾ നമ്മുടെ 19 വയസ്സുകാരനായിട്ടുള്ള മഹാദേവൻ്റെ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, ആ ഒരു മോഡം, ആ ഓട്ടോമേഷൻ മോഡം, അതിൽ ഈ ഒരു പ്രോബ്ലം അവൻ സോൾവ് ചെയ്തു എന്നുള്ളതാണ് ടാൽറോപ്പിന്റെ വിജയം. ഈ മൊമെന്റിന് വേണ്ടിയിട്ടാണ് ടാൽറോപ്പ് ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കൂടി മറ്റൊരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് നമ്മൾ ഒരു വലിയൊരു സംഭവമാണ് എന്നൊരു ഫീൽ ചെയ്യുന്നത്. വലിയൊരു പ്രോജക്റ്റിലും വലിയൊരു മിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നൊരു ഫീൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ കിട്ടുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ, ഈ ഒരു ഫോർമുല സക്സസ് ആകണം എന്നുള്ളതാണ്. ഇപ്പൊ ടാൽറോപ്പിന്റെ സിലിക്കൺ വാലി മിഷൻ തന്നെ ഇതൊരു ഫോർമുലയാണ്. കേരളം മൊത്തം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടണം. ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ടാലന്റുകൾ കണക്ട് ആകണം. ദെൻ അവിടെ ഒരു ഇന്നോവേഷൻ ഉണ്ടാകണം. ഈ ഇന്നോവേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫേസ്ബുക്കും ആമസോണൊക്കെ ഇന്നോവേഷനാണ്. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ടാലന്റുകൾ വേണം. മാർക്ക് സുക്കർബർഗും ജെഫ് ബെസോസും വേണം. അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അവരെ ഒരുക്കാൻ, അവരെ കണ്ടെത്താൻ, അവരെ നർച്ചർ ചെയ്യാൻ, അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം. ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ, ഇതിന് നമുക്ക് ഈ ഫോർമുല സക്സസ് ആക്കാൻ പറ്റുന്ന മൊമെന്റിലാണ് സിലിക്കൺ വാലി മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഇത് നമ്മളിങ്ങനെ ഒരാളോട് പറയുമ്പോൾ ആദ്യം കേൾക്കുന്നവർക്ക് ഇതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ മാത്രമല്ല, ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവർക്കൊരു പ്രശ്നം, ഇത് നമ്മുടെ നാട്ടിൽ പറ്റുമോ, ഇതാണ് പ്രശ്നം. ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തിരിക്കാൻ ഇത്രയും ആളുകൾ വേണ്ടേ, ഇത്രയും ആളുകൾ വിശ്വസിക്കണ്ടേ? എക്സാക്ട്ലി ടാൽറോപ്പ് സെല്ല് ചെയ്യുന്ന എന്താണ്? ട്രസ്റ്റാണ്. ട്രസ്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യണത്. ഈ ട്രസ്റ്റ് സെല്ല് ചെയ്ത് ഇതൊരാൾ വാങ്ങണം, എന്നിട്ട് അയാൾ അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കണം. ഇപ്പൊ ജോൺസനോട് 2017 ഞാൻ വന്ന് പറയണം, ജോൺസ് ഇവിടെ ഒരു വർക്ക് ഫോഴ്സ് വേണം, നമ്മൾക്കും ഇവിടുന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയൊക്കെ ഉണ്ടാകണം, നമ്മൾ ഇവിടുത്തെ നാട്ടിലെ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ യൂത്ത് ഇറങ്ങി വർക്ക് ചെയ്യണം, ഈ നാടിന് വേണ്ടി വർക്ക് ചെയ്യണം. ഒരു അറബിയും വന്ന് ഈ നാട് ഡെവലപ്പ് ചെയ്ത് തരാൻ പോകുന്നില്ല, ഒരു യൂറോപ്യനും ഒരു അമേരിക്കനും വന്ന് ഈ നാട് ഡെവലപ്പ് ചെയ്ത് തരാൻ പോകുന്നില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാർ, അതെ,
ബ്രിട്ടീഷുകാർ ഈ നാട് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഈ നാട് ഡെവലപ്പ് ചെയ്തല്ല, അവർക്ക് ഇവിടുന്ന് ചരക്ക് കൊണ്ടുപോകണം, അതിനവർക്ക് റെയിൽവേ ഡെവലപ്പ് ചെയ്തേ പറ്റൂ മനസ്സിലായത് കൊണ്ടുപോകാൻ. അപ്പോൾ അവരിവിടെ ഭരിക്കുമ്പോൾ, അവരിവിടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് അത് അവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ ഇതിനു വേണ്ടി ഒരു യൂത്ത് ഇവിടെ ഇറങ്ങണം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 1064 ഗ്രാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും എക്സാക്ട്ലി നമ്മൾ 1210, ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമ്മൾ എണ്ണം കൂട്ടിയാണ്, അതായത് 1210 വില്ലേജുകളാവും. ഇപ്പം നമ്മൾ 1064 വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ അത് 1064 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന 1210 വില്ലേജുകളായിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഈ ഇപ്പോൾ 1064 തിരിച്ചേക്കുന്ന ഈ സംവിധാനം, ഈ വില്ലേജുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ലീഡർ വരണം. ഒരു വില്ലേജിന് ഞാൻ ചേഞ്ച് ചെയ്യും, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ എന്നുള്ള ഫോർമുല ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ 1064 ജോൺസ് ജോസഫ്മാർ വന്നാൽ, 1064 ആൻമേരിമാർ വന്നു കഴിഞ്ഞാൽ നടക്കുന്ന മിഷനുകൾ അത്ര സിമ്പിളാണ് ഈ സംഭവം. പക്ഷെ നമ്മൾ പറയുന്ന ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇത് ഒരൊറ്റ കേരളം എന്നാക്കി നിൽക്കാതെ അതിനെ നമ്മളിപ്പോൾ 20 പാർലമെന്ററികളാക്കി, പിന്നെ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസികളാക്കി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലേക്കാക്കി, ഏറ്റവും അവസാനം ഒരു 19,489 വാർഡുകളിലായിട്ട് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ്റെ ആ ഫോർമുല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് വന്നാൽ ഭയങ്കര ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അത്രയും ആളുകൾ വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്താ വെക്കേണ്ടത്? ട്രസ്റ്റ് സെല്ല് ചെയ്യുക. അങ്ങനെ ട്രസ്റ്റ് സെല്ല് ചെയ്ത ഒരാളാണ് നമ്മൾ ആൻമേരി ജിജു. ആൻമേരി 2020 ഈ ഒരു ട്രസ്റ്റ് സെല്ല് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആൻമേരി കോവിഡിൻ്റെ ആ ടൈമിലായിരിക്കും ടാൽറോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ആൻമേരിയുടെ ഒരു സംഭവം ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ആൻമേരി ഇങ്ങനെ കോൺഫറൻസ് റൂമിൽ വന്ന് ഫസ്റ്റ് പ്രസന്റേഷൻ, എൻ്റെ പ്രസന്റേഷനൊക്കെ ഹയർ ചെയ്യണതാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രസന്റേഷൻ അല്ല, ടീം പ്രസന്റേഷൻ നടന്നു കഴിഞ്ഞപ്പം ഒരു കുട്ടി വളരെ സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കുന്നു. അവസാനം ഞാൻ ഈ കുട്ടി ഇറങ്ങിപ്പോയപ്പോൾ ചോദിച്ചിട്ടുണ്ട്, റോങ് ഹെയറിങ് ആണെന്ന് തോന്നുന്നുണ്ട്, കുട്ടി ഇങ്ങനെ കേട്ട് അന്തം വിട്ടിരിക്കുന്നേ ഉള്ളു എന്ന് പറഞ്ഞു. അപ്പം അവരെ ഹയർ ചെയ്ത് അവർ പറഞ്ഞു, അല്ലല്ല നല്ല സ്മാർട്ടാണ്, ഇത്രയും കൂടെ ഒരുമിച്ച് കേട്ടത് കൊണ്ടുള്ള ഒരു പുകച്ചിലായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് ആ പുകച്ചിലെ കഴിഞ്ഞപ്പോൾ എന്താ ഫീൽ ചെയ്തത്? സഫീർക്ക പറഞ്ഞ പോലെ ആ ഒരു പുകച്ചിലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്ത്, കേരളത്തിലെ പട്ടിണി ഞാൻ മാറ്റും എന്നുള്ള സാധനം പറഞ്ഞു. അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ആ പുകയെന്ന് മനസ്സിലായ ഒരൊറ്റ കാര്യം അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ക്രൈസ്റ്റിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും വന്നത്. ആ സമയത്ത് കോവിഡ് ആയിരുന്നു. ഹയർ ചെയ്ത കമ്പനീസ് ലേ ഓഫ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജോണച്ചൻ ത്രൂ ആയിട്ട് പോസ്റ്റർ അയച്ചു, പിന്നെ അതിലേക്ക് റെസ്യൂം അയച്ചു, അങ്ങനെ ഹയർ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് ഈ ഒരു ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ടാൽറോപ്പ് ഒരുപാട് വളർന്നു. അന്ന് ഞാൻ ഒരാളുടെ അടുത്ത് ടാൽറോപ്പിലാണ് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണെന്ന് ടാൽറോപ്പ് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ടാൽറോപ്പിനെ അറിഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ആ ഒരു കംപ്ലീറ്റ് ഒരു കാര്യം എന്തൊക്കെയോ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ എനിക്കുണ്ടായ പുക അവർക്കാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ, അല്ല നമ്മളിപ്പോൾ ഈ പറയുന്ന ആശയം അത്ര പെട്ടെന്ന് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംവിധാനമല്ല. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ എന്താ പറയണത്, ഈ നാട് ഒരു കാലഘട്ടത്തിൽ സിലിക്കൺ വാലി പോലെ ആകും. ഈ നാട്ടിലെ എല്ലാ ഭാഗത്തേക്കും, കേരളത്തിൻ്റെ മുക്കുമൂലയിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. അവിടെ ഇവിടുത്തെ എന്താണ് 10 വയസ്സ് മുതലുള്ള ടാലൻസ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കണക്റ്റ് ആവും. അവർ നാടിൻ്റെ ഓരോ പ്രോബ്ലംസ് നോക്കി അതിനുള്ള സൊല്യൂഷൻ ഇന്നോവേഷനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെല്ലാവർക്കും ജോബ് ഉണ്ടാകും. അത് 60 വയസ്സുകാരന് 60 വയസ്സുകാരൻ്റെ ജോബ്, 40 വയസ്സുകാരന് 40 വയസ്സുകാരൻ്റെ ജോബ്, 30 വയസ്സുകാർക്ക് 30 വയസ്സുകാരുടെ ജോബ്, അതിൽ ഓരോരുത്തർക്ക് 18 വയസ്സുകാർക്ക് 18 വയസ്സുകാരുടെ ജോബ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അപ്പം അവരവർക്കുള്ള എന്താണോ അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടത്, ആ സാഹചര്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരു യുവത്വം അല്ലെങ്കിൽ ഒരു തലമുറ ഡെവലപ്പ് ചെയ്ത് തരുന്നത്. അതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുമ്പോഴേക്ക് കൊള്ളാം. ഇത് എങ്ങനെയെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് അവർക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ലൈഫ് ഇതിൻ്റെ അകത്താണ്. ടാൽറോപ്പിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരോടും നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് വേറെ, അങ്ങനെയൊന്നുമില്ല. ഇനി നിങ്ങൾ മരിക്കുന്നതോ ഇതിൻ്റെ അകത്തായിരിക്കണം. ഇതിൽ വന്നു ടാൽറോപ്പിൽ വൺസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്വപ്നത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മുഴുവൻ നിങ്ങൾ ഇതിൻ്റെ അകത്തായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിക്കും ഉൾക്കൊണ്ടവരാണ് നിങ്ങൾ രണ്ടുപേരൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലല്ലേ? 2020 വന്ന ആൻമേരി ജിജു എന്തിനാണ് 2017 വന്ന ജോൺസിനെ കല്യാണം കഴിച്ചത്? അതും കൂടെ പറയണം. പറഞ്ഞത് ഒരു പോയിന്റ്, അതാണ് റീസൺ എന്ന് പറയാൻ വേണമെങ്കിൽ,
മനസ്സിലായി. ആദ്യം ഉണ്ടായിരുന്ന ടാൽറോപ്പിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന എനിക്കൊരു MNC കമ്പനിയിൽ കയറണം, എങ്ങനെയെങ്കിലും ലൈഫ് സെറ്റിലാക്കി കൊണ്ടുവരണം. പക്ഷെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എത്തിയാൽ കൊള്ളാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടാൽറോപ്പിലേക്ക് വന്നപ്പോൾ ലൈഫ് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് പച്ച റിയാലിറ്റി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവണത്. അപ്പോൾ ടാൽറോപ്പിന്റെ ഇനീഷ്യലി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് ആസ് ഒരു BDA ഇന്റേൺ എന്താണോ അതുപോലെ തന്നെയാണ് ഞാൻ കരിയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ടാൽറോപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്തായാലും അടുത്ത ഓഫർ വരുമ്പോൾ ചാടാം എന്നുള്ള ലെവലിലായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പക്ഷെ ഡിസംബർ ആയപ്പോഴേക്കും, ഓഗസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു, സെപ്റ്റംബറിൽ ഓഫ്ലൈൻ ആയിട്ട് ജോയിൻ ചെയ്തു. ഡിസംബർ ആയപ്പോഴേക്കും ഇവിടെ പിടിച്ചു നിർത്തി. അത് സഫീർക്കായിട്ടുള്ള ഇന്ററാക്ഷനും ഇവിടെ ഓരോ ഹെഡ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും ടാൽറോപ്പിന്റെ ഒരു മിഷൻ ഏകദേശം ഒന്ന് കിട്ടിത്തുടങ്ങി. ആ ഒരു ജേണിയിൽ നമുക്ക് നോക്കുമ്പോൾ പിന്നീട് ഉള്ളൊരു ഇതിലേക്ക് നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ ലൈഫ് ഇവിടെയാണെന്നുള്ളൊരു സാധനത്തിലേക്ക് മനസ്സിലാക്കുമ്പോഴാണ്. അങ്ങനെ ഈ 5 വർഷം ഇപ്പൊ കഴിയുമ്പോൾ 5 വർഷമായിട്ട് ഇപ്പൊ ടാൽറോപ്പിന്റെ ഇപ്പൊ ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഹെഡ് ചെയ്യുന്നു. ഇത്രയും പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു വലിയ ഡിവിഷനെ ഹെഡ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ആൻമേരി. അപ്പൊ ആൻമേരിക്ക് മൊത്തത്തിൽ എന്ത് തോന്നുന്നു? ലൈഫ് കംപ്ലീറ്റ്ലി ടാൽറോപ്പിലൂടെ ചേഞ്ച് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സാധാരണ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ, ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലി. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ സ്കൂളും എൻ്റെ വീടും തമ്മിൽ 3 കിലോമീറ്ററാണ്. കോളേജും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ ആണെന്ന് ഞാൻ പറയാം. അപ്പം കൊണ്ടാക്കുന്നു, സ്കൂളിലേക്കും കൊണ്ടാക്കുന്നു, കോളേജിലേക്കും കൊണ്ടാക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാനിപ്പോൾ കാസർഗോഡ് പോയി നിന്ന് വർക്ക് ചെയ്തു, കണ്ണൂർ പോയി നിന്ന് വർക്ക് ചെയ്തു, ഓരോ ജില്ലകളിലും പോയി നിന്ന് വർക്ക് ചെയ്ത് പിന്നെ ഡ്രൈവിംഗ് പഠിച്ചപ്പോഴേക്കും ഒന്നും കൂടി ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കിട്ടി. അപ്പം ആ ഒരു പാർട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പോഴത്തെ ആൻമേരി ഇപ്പോഴത്തെ ആൻമേരി ഒക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് ആണുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അടുത്ത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് ജെൻസെറ്റ് എന്ന് പറയും, എന്തായിരുന്നു ജെൻസി. ഓക്കെ, ജെൻസി കാറ്റഗറിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 5,000 റുപ്പീസിലാണ്. കാരണം അന്ന് ഇന്റേൺഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ 3 മാസം 5,000, പിന്നെ 10,000. ആ എമൗണ്ടിന്റെ മൂല്യം കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള സ്കിൽ സെറ്റാണ് അന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പൊ ഫ്രഷേഴ്സ് വരാണെങ്കിൽ പോലും അവർക്ക് അതിനനുസരിച്ച് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സ്കിൽ സെറ്റ്സും വേണം. നമ്മളിപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തായാൽ പോലും ഫ്രഷേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല പാക്കേജ് വേണം, വൈറ്റ് കോളർ ജോബ് വേണം, കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കണം, ഇതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തായാലും നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും കുത്തി ചോദിച്ചാലാണ് അവർ ഉത്തരം പറയുള്ളൂ. അപ്പൊ ആ ഉത്തരങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുമ്പോഴാണ് അവര് നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലല്ല അവര് ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ആൾക്കാരും ഇന്നത്തെ കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ആൾക്കാരും 2 വിഭാഗം തന്നെയാണെങ്കിൽ പറയാം. അല്ല, നമുക്കത് യൂത്തിന്റെ ഒരു വലിയൊരു ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ്. അത് ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുക്കുന്നതും അല്ലെങ്കിൽ കമ്പാരിസൺസ് ഒക്കെയാണ്. ഇന്നൊരാൾ 40,000 സാലറിയിൽ പോയി, എനിക്ക് 40,000 പോകണം എന്നുള്ള സംഭവമാണ്. എക്സാക്ട്ലി ഇവർക്ക് എന്ത് കഴിവുണ്ടെന്ന് അവർക്ക് അറിയില്ല. ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് നിന്നിട്ട് പറയണം, ഓക്കെ നിങ്ങളുടെ കമ്പനി ഇന്ന പ്രോബ്ലം അല്ലേ സോൾവ് ചെയ്യുന്നത്, അത് ഞാൻ ഇന്ന രീതിക്ക് സോൾവ് ചെയ്ത് തരാം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം, എനിക്ക് ഈ പാക്കേജ് വേണം എന്ന് പറയാൻ അവർക്ക് അറിയില്ല. ഇവർക്ക് പാക്കേജ് വേണം, എനിക്ക് നല്ല പാക്കേജ് വേണം. എന്ത് ചെയ്യാനറിയാന്ന് വെച്ചാൽ അവർക്ക് ഒന്നും ചെയ്യാനറിയില്ല. എന്ന് പറയുമ്പോൾ കരിയർ തുടങ്ങാൻ പലരും തയ്യാറാകുന്നില്ല. ഇപ്പം നമ്മൾ ഒന്നുകിൽ ഇതിന്റെ ഓപ്ഷൻ എന്തായിരിക്കണം, കോളേജ് ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ ഇത് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 4 വർഷമാകുമ്പോൾ ഇവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റണം, ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ പറ്റണം. ഇത് 4 ഇയർ ബിടെക് കഴിഞ്ഞിട്ട് കുട്ടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുമ്പോഴും ഇവർക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ പറയണം, ഓക്കെ നമ്മൾ ഇപ്പം 5,000 അല്ലെങ്കിൽ 10,000 കമ്പനി അവരെ പഠിപ്പിക്കാൻ കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. എന്നാലും അവർക്ക് അതിന്റെ വാല്യൂ കറക്റ്റ് കാണാൻ പറ്റില്ല. വൺസ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത കമ്പനിയിലേക്ക് പോകും. അത് കാരണമാണ് കമ്പനികൾ ബോണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ബോണ്ട് എന്താവും, ഇല്ലീഗൽ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വരും. അവിടെ ടാൽറോപ്പ് കണ്ട പിന്നെ പ്രോബബിലിറ്റിയാണ്. ടാൽറോപ്പിന് 10 പേര് വേണമെങ്കിൽ 100 പേരെ ട്രെയിൻ ചെയ്യും. നോട്ടീസ് പീരീഡ് ഇല്ല എന്ന് വേണമെങ്കിൽ ഇന്ന് റിസൈൻ ചെയ്ത് വെക്കുമോ, ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ റിസൈൻ ചെയ്ത് പോകും. വന്ന് നോക്കുമ്പോഴേക്ക് എന്തായിട്ടുണ്ട്, എന്തെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ പോവാം, ഇങ്ങനെ പോയവരുണ്ട്. പോയതെന്ന് വെച്ചാൽ എനിക്ക് വന്നപ്പോൾ ഒരു വൈബ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. കാര്യം ജോയിൻ ചെയ്ത അന്നത്തെ ദിവസം റിസൈൻ ചെയ്യാനുള്ള ഫ്രീഡം ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, സാർ എത്ര പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സാർ നമ്മൾ അവരെ ഇങ്ങനെ കൊണ്ടുവന്നത്, അന്ന് തന്നെ റിസൈൻ ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസത്തെ നോട്ടീസ് പീരീഡ് എങ്കിലും ഇടും സാർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, പ്രോബബിലിറ്റിയിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് 100 പേരെ വേണോ,
1000 പേരെ നിങ്ങൾ എടുക്കുക. 1000 പേരെ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട 100 പേരെ കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു കോൺസെപ്റ്റിലാണ് ടാൽറോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്നും പാൻമേരിയുടെ ബാച്ചിലുള്ള 20ലധികം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4-5 പേരെ ഇപ്പോൾ നമ്മുടെ ടീമിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നത് 2 പേരാണ് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജോൺസിന്റെ കൂടെ അന്ന് 20 പേരുണ്ടായിരുന്നു, അതിലിപ്പോൾ 2 പേരേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ. ഇതാണ് പ്രോബബിലിറ്റിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. നമുക്ക് വേണ്ടവരെ അവരുടെ പ്രൊഫൈൽ നമുക്കറിയാം, പക്ഷെ ഇന്ന വ്യക്തിയെ നമുക്ക് വേണമെന്ന് നമ്മൾ പറയരുത്. അത് കുറേ വ്യക്തികൾ എടുക്കുക, അതിൽ നിന്ന് 1-2 വ്യക്തികൾ നമുക്ക് വേണ്ടവരായിട്ട് എന്ത് ചെയ്യും മാറും. എനിക്കറിയാം ആ 20 ജോൺസാണ് വരുന്നതെന്ന്, അല്ലെങ്കിൽ ആ 20 ആൻമേരിയാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഓരോ 20 നിന്നാണല്ലോ ഈ 1-2 ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം ഇവിടെ ഇപ്പം കാസർഗോഡേക്ക് ഇപ്പം ആൻമേരി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ തന്നെ എന്തായിരുന്നു, നമുക്കത് പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം, ഈ സ്കിൽസ് അൺലോക്ക് ചെയ്യപ്പെടണം, നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അപ്പം ശരിക്കും ആൻമേരിയുടെ വിഷയത്തിൽ ഞാൻ എടുത്തിരുന്ന ഒരു സംഭവം തന്നെ അതായിരുന്നു. ആൻമേരിക്ക് എന്ത് പറഞ്ഞാലും എന്തിട്ടുണ്ട്, ആ ഒരു ഓർത്തഡോക്സ് പേടിയുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന സംവിധാനം. അപ്പോൾ ആദ്യം ഡ്രൈവ് ചെയ്യണം, ഇതായിരുന്നു ആൻമേരിയുടെ ഫസ്റ്റ് ടാസ്ക്. അങ്ങനെ ആൻമേരി അവസാനം ഡ്രൈവ് ചെയ്താൽ നേരെ അസൈൻമെന്റ് കാസർഗോഡ് പോകാനായിരുന്നു. വണ്ടി ഓടിച്ച് കാസർഗോഡ് പോകുക എന്ന് പറയുമ്പോൾ ഞാനാ കാസർഗോഡാണ്. പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ എവിടെ എങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ ഇതില്ലാതെ എന്ന് പറഞ്ഞാൽ അൺലോക്ക് ചെയ്യലാണ്, സ്കിൽസ് അൺലോക്ക് ചെയ്തെടുക്കലാണ് സംവിധാനം. എനിക്ക് ഒരു ചോദ്യമാണ്, അതായത് ഇപ്പോൾ സഫീറിക്ക പറഞ്ഞ പോലെ നമ്മുടെ മെത്തേഡ് ഓഫ് ഹയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് നോട്ടീസ് പീരീഡ് ഇല്ല. ഓക്കെ, അത് ഞാൻ 2017 ഞാനിപ്പോൾ വരുന്നതും എന്താണ് ഒരു വോളണ്ടിയർ ആയിട്ട് വന്നു. 2018 ബിടെക് പാസ്സായി ഇറങ്ങി ജോയിൻ ചെയ്ത് ഫുൾ ടൈം. അപ്പോൾ എനിക്ക് ആദ്യത്തെ ടാസ്ക് തന്നിരിക്കുന്ന ടെക് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി പീപ്പിൾ മാനേജ്മെന്റ് HR-ലൊക്കെയാണ്. അപ്പോൾ അന്ന് നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ ആണ്, നമുക്ക് നോട്ടീസ് പീരീഡ് വേണ്ട, നമ്മൾ ആരെയും ടെർമിനേറ്റ് ചെയ്യില്ല, നമുക്ക് ഈ പറയുന്ന ഒരു സംവിധാനങ്ങളും ഇല്ല, ഫ്രീഡത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി ഇത് നമ്മുടെ ബ്ലഡിൽ ഈ സംഭവം ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ടാൽറൂപ്പ് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള കമ്പനികൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ല. കാരണം അവരൊരു ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒരാൾ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ നോട്ടീസ് പീരീഡ് കൊടുക്കുന്നത് അവിടെ എന്താണ്, അവർക്ക് കൊടുത്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല, കാരണം റീപ്ലേസ് ചെയ്യണം. അപ്പം ഈ ഒരു മോഡലിലേക്ക് എങ്ങനെ നമുക്ക് ഈ IT കമ്പനികളല്ല, ഈ പറഞ്ഞ എല്ലാ കമ്പനികളും ഈ ഒരു മോഡലിലേക്ക് വരണമെന്നാണോ സഫീറിക്ക പറയുന്നത്, അതോ ഇത് എന്താണ് തുടർന്ന് പോകണം? ആക്ച്വലി ഇതൊരു മറ്റ് കമ്പനികൾക്ക് പറ്റുന്ന ഒരു മോഡൽ അല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു മിഷൻ ആയതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലീഡേഴ്സ് തന്നെ വേണം ഇത് ഡ്രൈവ് ചെയ്യാൻ. അപ്പം ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോസസ്സാണ് ഈ സംവിധാനം. മറ്റവർക്ക് എംപ്ലോയീസ് മതി അത് ചെയ്യാൻ. നമ്മുടെ മിഷൻ ഒരിക്കലും എന്തായിട്ടില്ല എംപ്ലോയീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ അല്ല. കാര്യം എംപ്ലോയീസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മിഷൻ പോലും അല്ല, ഇത് ലീഡേഴ്സിനെ പറ്റും. അപ്പോൾ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ കമ്പനിക്ക് നോട്ടീസ് പീരീഡ് ഇല്ലാത്ത, ബോണ്ട് ഇല്ലാത്ത, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ കമ്പനി ഒരു എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനിയേ അല്ലല്ലോ ടാൽറോപ്പ്. എംപ്ലോയിക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് വെച്ചാൽ അല്ല. ഒരു ഫ്രഷറിന് വരാം, 1 വർഷം കരിയർ ഉണ്ടാക്കാം, അടുത്ത ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേറെ കമ്പനി പോകാം. ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിൽക്കേണ്ടത് സ്വപ്നങ്ങളുള്ളവരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഉണ്ടാക്കിയെടുക്കാൻ കണ്ടീഷൻ ചെയ്താൽ ലീഡറിനെ ഉണ്ടാക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സംവിധാനം. അപ്പം പല ആളുകളും പറയാം സാലറി കട്ടില്ലല്ലേ, ഓക്കെ ഇഷ്ടമുള്ള സമയത്ത് കയറി വരാമല്ലേ, ടെർമിനേറ്റ് ചെയ്യൂലല്ലേ എന്നൊക്കെ അവർ പറയുമ്പം സത്യം നമ്മളിതൊന്നും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതല്ല, ഒരു ലീഡറിനെ വളർത്തിയെടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു IT കമ്പനി അവർ സ്ട്രിക്റ്റ് ആയിട്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഈ നോട്ടീസ് പീരീഡ് ഇല്ലാതെ ഒരു പക്ഷെ പറ്റില്ല. അവർക്ക് ചിലപ്പം എന്ത് ചെയ്യേണ്ടി വരും, ബോണ്ടും സെക്യൂരിറ്റി ഒക്കെ വെക്കേണ്ടി വരും. കാര്യം അവർ അത്രയും റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനെ റെസ്പെക്ട് ചെയ്യണം, ആ എഗ്രിമെന്റിനെ അവർ റെസ്പെക്ട് ചെയ്യേണ്ടി വരും. ടാൽറോപ്പ് അത് ചെയ്യാത്തതിന്റെ റീസൺ, ടാൽറോപ്പ് ലീഡേഴ്സിന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിലാണ്. ഒരു ലീഡറിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ട സംവിധാനം എന്താണ്, അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവരിവിടെ നിൽക്കേണ്ടത്, അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ നല്ല അവസ്ഥയിൽ എല്ലാവരും കൂടെ നിൽക്കും, നമ്മുടെ നല്ല അവസ്ഥയിൽ എല്ലാവരും നമുക്കൊപ്പം നിൽക്കും, നമ്മുടെ മോശം അവസ്ഥയിൽ ആര് നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ കമ്പനി തകർന്ന് തരിപ്പണായിപ്പോയി, ഒന്നുമല്ലാത്ത ലെവലിലേക്ക് നമുക്ക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയുന്ന സംവിധാനം എന്താണ്, 60 പേര്. ഓക്കെ, 110 പേര് നമ്മൾ പറയുമ്പോൾ, പക്ഷെ അതിലും നമ്മൾ എക്സ്ട്രീം പറഞ്ഞു കഴിഞ്ഞാൽ 60 ആള് ഒരു കാരണവശാലും ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യില്ല.
അതെന്തുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസിൽ എനിക്ക് പറയാൻ പറ്റുന്നത്? ആ 60 പേരാണ് ഈ കമ്പനി എന്ത് ചെയ്യണത്, ഡ്രൈവ് ചെയ്യപ്പെടുന്നതെന്ന് പറയില്ലേ. അപ്പോൾ ഈ 60 ആളുകൾ റിസൈൻ ചെയ്യില്ല എന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, അവർ ഇവിടെ നിന്ന് വളർന്ന് വലുതായി വന്നവരാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നോട്ടീസ് സ്പീഡ് ഇല്ലാത്തതും ഇതില്ലാത്തതും ഒക്കെ. പക്ഷേ നമ്മളൊരു സെമി കോർപ്പറേറ്റ് മോഡലിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ട് നമ്മൾ പക്ക എംപ്ലോയീസിനെ വെച്ച് ചെയ്തു പോകുന്ന ഒരു സംവിധാനം ഫ്യൂച്ചറിൽ വന്നാൽ ഓഫ് കോഴ്സ് അവിടെ ഈ പറയുന്ന കണ്ടീഷൻസും സ്ട്രക്ചറും ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഓപ്പൺ സംവിധാനം എന്തിനാണ്? ഒരു ലീഡറിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ഓരോരുത്തർ ഈ കമ്പനിയിൽ കയറുമ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ആദ്യം കരിയറാണ്, പിന്നെ നിങ്ങളൊരു ലീഡറാണ്, പിന്നെ നിങ്ങളൊരു ഫൗണ്ടർ ലീഡർ, നിങ്ങളുടെ സ്വന്തം സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തും. അപ്പം ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാൽറോപ്പ്. എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുന്നവരല്ല. എംപ്ലോയീസിനെ ഓൺട്രപ്രണർ ആക്കുന്ന, സ്റ്റുഡൻറ്റിനെ ഓൺട്രപ്രണർ ആക്കുന്ന, വോളണ്ടിയറിനെ ഓൺട്രപ്രണർ ആക്കുന്ന, ഇന്റേണിനെ ഓൺട്രപ്രണർ ആക്കുന്ന ഒരു കമ്പനിയാണ് ടാൽറോപ്പ്. ഒരു ജേണിയാണ്. ആദ്യം സ്റ്റുഡൻ്റ് ആവുക, പിന്നെ വോളണ്ടിയർ ആവുക, പിന്നെ ഇന്റേൺ ആവുക, പിന്നെ എംപ്ലോയി ആവുക, പിന്നെ മാനേജർ ആവുക, പിന്നെ നിങ്ങൾ ലീഡർ ആവുക, എന്നിട്ട് ഇൻട്രാപ്രണർ ആവുക, എന്നിട്ട് ഓൺട്രപ്രണർ ആവുക. 8ാമത്തെ പൊസിഷനാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പറഞ്ഞിരിക്കുന്നത്. ഓൺട്രപ്രണർ ആണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. നിങ്ങൾ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. ഇത് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ ഈ മോഡൽ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജോൺസന് ഇപ്പം നാഷണൽ ഓരോ സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ യൂത്തിനെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ യൂത്താണോ അവിടുത്തെ യൂത്താണോ കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയണ്ട, ഇപ്പോൾ മെട്രോ സിറ്റീസ് എന്ന് പറയും. മെട്രോ സിറ്റീസിലേക്ക് പോകുമ്പോഴേക്കും സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര വൈബ്രൻ്റ് ആണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് അങ്ങനെ മെട്രോ സിറ്റി ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടുത്തെ കുട്ടികൾ ഓൾറെഡി വൈബ്രൻ്റ് ആണ്. അവർക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. അവർ കുറേ കാര്യത്തിൽ ഇൻവോൾവ് ആണ്. പക്ഷെ ഇതുപോലെ അല്ല ആന്ധ്രാപ്രദേശിലെ കുട്ടികൾ. അവർ ഭയങ്കര റിസർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തിയ ഈ ഐഡിയ പിച്ച് ഉണ്ടല്ലോ, 16 സ്റ്റേറ്റുകളിലും നമ്മുടെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോൺക്ലേവിൽ ഐഡിയ പിച്ചിങ്ങാണ് ലാസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഐഡിയ പിച്ചിലെ പ്രസൻറ്റേഷനിൽ നമ്മളൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, അവരുടെ ഭാഷയിൽ അവർക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിൽ അത് കഴിഞ്ഞില്ല. കാരണം ഞാനിപ്പോൾ ജഡ്ജ് പാനലുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായി ആന്ധ്ര മനസ്സിലാകുന്നവരാണ് ജഡ്ജ് പാനലിൽ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര വൈബ്രൻ്റ് ആണ്. അവർ പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്കും റിസർവ്ഡ് ആണ്. കാരണം അറിയില്ല, അവരല്ല ഇംഗ്ലീഷ് അല്ല അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം നമ്മളെപ്പോഴും പറയുന്ന ഇന്ത്യയിൽ ഈ 35 യൂണിറ്റുകളിൽ എന്തുകൊണ്ടാണ് ടാൽറോപ്പ് ഈ സെപ്പറേറ്റ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. അവരുടെ സ്റ്റേറ്റിലാണ്. അവരുടെ സ്റ്റേറ്റിൽ അവർ എന്താണ് വളരെ കോൺഫിഡൻ്റ് ആണ്. അവർക്ക് എന്തും അവിടെ ചെയ്യാൻ പറ്റും. അവിടെ ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഇക്കോസിസ്റ്റം ഉണ്ട്, ഈ പറയുന്ന ബിസിനസ് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഓരോ സ്റ്റേറ്റിലും കുട്ടികളെല്ലാവരും വൈബ്രൻ്റ് തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ആ ഫയർ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ പറയുന്ന ലാംഗ്വേജ് മാറുമ്പോഴുള്ള ഒരു പ്രശ്നം. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അവിടെ ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ. അവർ ഉസ്ബെക്കും റഷ്യയുമാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയി ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. ഓരോരുത്തരും സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മാറി നിൽക്കും. ഓക്കെ, ഞാൻ മാറി നിൽക്കുന്നത് ആരാണ് മാറി നിൽക്കുന്നത്? 8 വർഷം ഞാൻ എന്ത് ചെയ്തു, കേരളത്തിൽ ഈ എക്കോസിസ്റ്റം ഒക്കെ മൊത്തം ഡെവലപ്പ് ചെയ്ത് റിസൾട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായി ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ കുട്ടികൾ വൈബ്രൻ്റ് ആണ്, എല്ലാവർക്കും ആ ഫയറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ടാൽറോപ്പ് എന്ന് പറയുന്നൊരു മിഷൻ ഇത്രയും റോ ആയിട്ട് പറയുമ്പോഴേക്കും എല്ലാ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ ഇപ്പോൾ വീട്ടിലൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, കൂട്ടുകാർ പുച്ഛം, നാട്ടുകാർ പുച്ഛം, ടീച്ചറെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ നീ അതേ അസൈൻമെൻറ്റ് ചെയ്തു വാ, പ്രൊജക്റ്റ് ചെയ്തു വാ, ഇതെല്ലായിടത്തുനിന്നും റിജക്ഷൻ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായി എല്ലായിടത്തുനിന്നും റിജക്ഷൻ വന്ന് ഒരാളിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും അവർ ഭയങ്കര വളരെ അപ്രോച്ചബിൾ ആണ്. നമ്മൾ അപ്രോച്ചബിൾ ആണെങ്കിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് സംവിധാനങ്ങൾ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഈ റിയാലിറ്റിയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ഞാനത് ഇപ്പോൾ ഫേസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, അതായത് സെപ്പറേറ്റ് ഇക്കോ സിസ്റ്റംസ് എന്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായത്. അമേരിക്കയിലത് കാലിഫോർണിയയിലുള്ളൂ. ഓക്കെ, സിലിക്കൺ വാലി കാലിഫോർണിയയിലുണ്ട്, ചൈനയിൽ എന്തോ ഷെൻസനിലുണ്ട്. ഓക്കെ, പക്ഷേ അവർ 2 രാജ്യവും സംസാരിക്കുന്ന ഭാഷ ഒന്നാണ്.
നമ്മൾ ഇന്ത്യ പല ഭാഷകളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഒരു ഗുജറാത്തിൽ ഒരാൾ ഗുജറാത്തിയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സോളാർ പാനലിൽ എന്തുണ്ട്, സോളാർ എനർജിയിലൊരു വലിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയക്ക് ക്യാപിറ്റൽ വേണം, ആ ഐഡിയക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വേണം, ആ ഐഡിയ റിയാലിറ്റി ആകാനുള്ള എല്ലാ സംഭവവും ഗുജറാത്തിലുണ്ടാകണം. ആ കുട്ടി എന്ത് ചെയ്യരുത്, ബാംഗ്ലൂർ ചെന്ന് എന്ത് ചെയ്യണം, അവിടുത്തെ ഭാഷ സംസാരിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷ സംസാരിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അവരുടെ നാട്ടിൽ അവർക്ക് സപ്പോർട്ട് കിട്ടണം. ഈ ഒരു സംഭവങ്ങൾ കുട്ടികൾ എല്ലായിടത്തും, ഈ നമ്മുടെ ടാലൻ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും അവർ രാജാക്കന്മാരെ റാണിമാർ തന്നെയാണ്. പക്ഷേ അവരുടെ സ്റ്റേറ്റിൽ അവർക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ മേക്ക് ഇറ്റ് ബിഗ് ഇൻ ദ വേൾഡ്. അതാണ് ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാവർക്കും ആ ഫയറുണ്ട്, എല്ലാവരും എന്താണ് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട്. ഇവർ ചെറുത്, അവർ ഈ സംവിധാനം അങ്ങനെയൊന്നുമില്ല. പക്ഷേ മെട്രോ സിറ്റീസിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ അവിടുത്തെ എക്സ്പോഷർ വേറെയാണ്. അപ്പോൾ കാരണം ഇപ്പോൾ കൊച്ചിയിലെ ഒരു ജനിച്ച് വളർന്ന ഒരു കുട്ടിയുടെ വൈബ്രൻസി ആയിരിക്കില്ല ചിലപ്പോൾ ഈ കാസർഗോഡ് വളർന്ന് അവരുടെ എക്സ്പീരിയൻസുകൾ വേറെയാണ്. പക്ഷെ അവരുടെ നാട്ടിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമല്ല, ആ ഇക്കോ സിസ്റ്റം ഡിഫറെൻ്റ് ആയതുകൊണ്ടുള്ള ഒരു ഡിഫറൻസസ് അവിടെ സ്വാഭാവികമായി അവിടെ ഉണ്ടെങ്കിലും, പക്ഷേ ടാലൻറ്റ് എന്ന് പറയുന്നത് നുക്ക് ആൻഡ് കോർണർ എല്ലായിടത്തും ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ റിയാലിറ്റി എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. ഈ 16 കോൺക്ലേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പേരുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും സ്വാഭാവികമായി ടാൽറോപ്പിന് ഓഫ് കോഴ്സ് റെക്കഗ്നീഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ടാലൻറ്റ്, ഇത്രയും ടാലൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നും ഇത്രയും ഫയറുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു കോൺക്ലേവിലൂടെയാണ്. കാരണം ആ ഒരു സംഭവം, അതായത് ഇപ്പോൾ ChatGPT, ഫേസ്ബുക്ക്, ഇതിൻ്റെയൊക്കെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ്. നമ്മുടെ വർക്ക് ഫോഴ്സ് വെച്ചിട്ട് ഒരു രാജ്യം ഒരു $1 ബില്യൺ കമ്പനി ഉണ്ടാക്കി. അത്രയും നമ്മളിതിന് യൂസ് ചെയ്യണം. ഓക്കെ, ഈ ടാലൻറ്റ് നമുക്കിനി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്ത ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത 2 വർഷം നമ്മുടെ ആ വർക്ക് ചെയ്യേണ്ടത്. ലാംഗ്വേജ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളം കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കേരളം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 95% സ്റ്റുഡൻസും ഇംഗ്ലീഷിൽ കംഫർട്ടല്ല. അവരെ ഇംഗ്ലീഷ് അവർക്ക് നേറ്റീവ് ലാംഗ്വേജ് മനസ്സിലാകുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ സ്വപ്നം കാണുന്ന ഭാഷയിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, ചൈനക്കാർ അവർ ചൈനീസിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി കുട്ടികളെ പലപ്പോഴും പഠിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്, ഇംഗ്ലീഷിലാണ് സ്കിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പല സ്കൂളുകളോടും പറയുമ്പോഴേക്ക് അത് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ ഹിന്ദി പഠിപ്പിച്ചു കുട്ടികളെ, കേരളത്തിലെ കുട്ടികളെ നിങ്ങൾ മുഴുവൻ കാര്യം. ഇപ്പോൾ എനിക്ക് ഹിന്ദി നന്നായിട്ട് എഴുതാൻ അറിയാം, എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. ഓക്കെ, പക്ഷെ ഒരു ഹിന്ദിക്കാരൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മുച്ചേ നഹീമാലും. ഇത് നമുക്കറിയാം. എന്താണ് ഈ സാഹചര്യം? ഹിന്ദി പഠിക്കാൻ അതേ സമയത്ത് നമ്മൾ ബംഗാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കണവരുണ്ട്. അവർ വീട്ടിലൊരു 5 ദിവസം പണിക്ക് നോക്കട്ടെ, നമ്മൾ പച്ചവെള്ളം പോലെ ഹിന്ദി സംസാരിക്കും. ഇവിടെ ഇപ്പം എന്താണ്, മദ്രസകളിൽ അറബി പഠിപ്പിച്ചു, ആള് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു. എത്ര പേർക്ക് അറബി സംസാരിക്കാൻ അറിയില്ല? മദ്രസ ഒന്നും കണ്ടിട്ടില്ലാത്ത വേറെ റിലീജിയൻ, ഇപ്പൊ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ, അവർ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി 6 മാസം കഴിയുമ്പോൾ അവർ പച്ചവെള്ളം പോലെ അറബി സംസാരിക്കും. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഹിന്ദി പഠിക്കാൻ ഹിന്ദിക്കാർക്കൊപ്പം നിർത്ത്, ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷുകാർക്കൊപ്പം നിർത്ത്. അതല്ലാതെ സ്കിൽ ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടല്ല ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. ഇതൊരു വിവരക്കേടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരവര് സ്വപ്നം കാണുന്ന ഭാഷയിൽ സ്കിൽ ഡെവലപ്മെന്റ് പഠിപ്പിക്കണം. ഇപ്പൊ നമ്മളിപ്പോ മഹാദേവിന്റെയും സിയാദിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇവർ കിഡ്ലൻ എഞ്ചിനീയേഴ്സ് ആണ്. ഇവർ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു നോക്കട്ടെ, അവർക്കൊന്നും മനസ്സിലാവൂലും ഇല്ല. 2017 കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ പോയി നമ്മൾ ഇവരെ പിക്ക് ചെയ്തിട്ട് മലയാളത്തിൽ പഠിപ്പിച്ചത് കൊണ്ടല്ലേ അവർ സെറ്റായത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഓക്കെ കൊച്ചിയിൽ നിന്ന് ഒരു കിഡിലൻ ടീം ചെന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ വായും തുറന്ന് അന്തം വിട്ടിരിക്കും, ഒരിക്കലും അവർ കിട്ടില്ല. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അവരവർ സ്വപ്നം കാണുന്ന ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. 5% ആളുകൾക്കാണ് ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് പോലെ മനസ്സിലാകുന്നത്, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ബാക്കി 95% ആളുകളെ ഇംഗ്ലീഷിൽ സ്കിൽ ഡെവലപ്മെന്റ്സ് നമ്മൾ പഠിപ്പിക്കരുത്. നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചോ, സ്കിൽ ഡെവലപ്മെന്റ്സ് അവരവരുടെ ഭാഷയിൽ നമ്മൾ പഠിപ്പിക്കണം. ഇത് എല്ലാ സ്റ്റേറ്റിൽ പോകുമ്പോഴും നമ്മൾ ഈ റൂൾ കൊണ്ടുവരണം. അതിനാണ് നമുക്ക് ലീഡേഴ്സ് ആ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ശരിക്കും ടാൽറോപ്പ് ഇപ്പോൾ റിസ ജോൺസ് ഹെഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അന്ന് എന്താ ചെയ്ത, സ്ക്വാഡ് ഡെവലപ്പ് ചെയ്തു. ആ സ്ക്വാഡ് മെമ്പറായിട്ടാണ് ജോൺസ് വന്നത്. ഇപ്പൊ നാഷണൽ വന്നപ്പോൾ നമ്മൾ റിസ ഡെവലപ്പ് ചെയ്ത് റൈസിംഗ് ഇന്ത്യ സ്റ്റുഡൻസ് അംബാസിഡർ. ഇന്റർനാഷണൽ വരുമ്പോൾ നമ്മൾ ടിസാപ്പ് ആണ്. ഓക്കെ, ടാൽറോപ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അംബാസിഡർ പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാം വെച്ചതിന്റെ പേർപ്പസ് തന്നെ ആ നാട്ടിൽ ഇപ്പൊ ഗുജറാത്തിൽ നമ്മുടെ ടാൽറോപ്പ് മിഷൻ ഹെഡ് ചെയ്യേണ്ടത് നമ്മളല്ല, അതൊരു ഗുജറാത്തിയാണ്. ഓക്കെ, അതാണ് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നാട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ജോൺസ് ജോസഫിന് ഡെവലപ്പ് ചെയ്തു, ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ജോൺസ് ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് പോലെ ഇനി എന്ത് വേണം,
അവിടെ ഒരു ടാലന്റ് വരണം. ഇതാണ് റിസ. ഈ റിസ നമ്മൾ പോകുമ്പോൾ എത്രത്തോളം കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് റിസയുടെ വിഷയത്തിൽ? ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഒന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അവയർനെസ്, നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തല്ല പ്രോപ്പർ അല്ല എന്ന് പല മീഡിയമിലൂടെ എല്ലാവർക്കും അറിയാം. ഈവൻ ടീച്ചേഴ്സിന് അറിയാം, സ്റ്റുഡൻസിനും അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. സ്കൂൾ പഠനവും കോളേജ് പഠനത്തിൽ ഇവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളത്. ചിലവരത് എക്സ്ക്യൂസ് ആയിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമയ്ക്ക് പോകുന്നുണ്ട്. ചിലവർക്ക് ഇതെന്തുണ്ട്, ഇത് അപ്പാർട്ട് ഫ്രം ക്ലാസ് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായി കുറേ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല കമ്പനികൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുറേ കുട്ടികളാണ് ആക്ച്വലി ഈ കോൺക്ലേവിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികം നമ്മുടെ റിസ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഒരു കരിയറിന് ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി. കാരണം റിസ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം, ഈ വോളണ്ടിയറിങ് പ്രോഗ്രാമിലേക്ക് ഇവർ വരുന്നു. ഇവർ ടാലറോപ്പിനെ കുറിച്ച് പഠിക്കുന്നു. കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല, അവർക്ക് എപ്പോൾ വേണേൽ പോകാം. ഓക്കെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാലോ ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എപ്പോഴാണോ ടാലറോപ്പ് വരുന്നത്, ആ മിഷൻ ഇവരാണ് ലീഡ് ചെയ്യുന്നത്. ഇത് വ്യക്തമായിട്ട് അവർക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജേണിയാണ്. കാരണം ടാലറോപ്പിനെ സംബന്ധിച്ച് 28 എക്കോസിസ്റ്റത്തിലാണ് ടാലറോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി 10 എക്കോസിസ്റ്റം നമുക്ക് ഓൾറെഡി ആയി. ഓക്കെ, അപ്പം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും സാധ്യതകളെ കുറിച്ച് ഇവർ അന്വേഷിച്ച് പോകും. എവിടെയൊക്കെയാണ്, കാരണം ഒരു കുട്ടിക്ക് ഒരു എഞ്ചിനീയർ ആകണം. ഓക്കെ, എഞ്ചിനീയർ ആകാനുള്ള ടെക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഫാഷൻ ഡിസൈനർ ആകണം, നമുക്കിപ്പോൾ KFLന്റെ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഒരു കുട്ടിക്ക് ഇപ്പോൾ ഇ-കോമേഴ്സ്, ഇപ്പോൾ ഡെറ്റ് ഉണ്ട്, മനസ്സിലായി. ഇങ്ങനെ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടാലറോപ്പിന്റെ പ്രസന്റേഷനിൽ. അപ്പോൾ സ്വാഭാവികം ഇതെല്ലാം കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തണമെങ്കിൽ റിസയാണ് അവരുടെ ഫസ്റ്റ് എന്താണ് എൻട്രി. അപ്പം ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇൻട്രസ്റ്റിനപ്പുറം ആക്ച്വലി ഇത് ക്യൂരിയോസിറ്റിയിലൂടെയാണ് കുട്ടികളെ ഇതിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ, ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പിന് പോകാനും അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, വർക്ക്ഷോപ്പിന് പോകാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ റിസ എന്താണ്, ടാലറോപ്പ് എന്താണ്, ഇത് കേട്ടിട്ടില്ലല്ലോ. ഞാൻ അതായത് 2017 എങ്ങനെയാണ് ജോൺസ് സഫീർ നജ്മുദ്ദീനെ കേൾക്കുന്നത്, അതേപോലെയാണ് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലെ കുട്ടികളും ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നത്. ഇതെന്താണ് ടാലറോപ്പ്, ഇതുപോലെ ഒരു കമ്പനിയെ കേട്ടിട്ടില്ലല്ലോ. സിലിക്കൻ വാലി ഉണ്ടാക്കുമോ ഇവര്? സിലിക്കൻ വാലി എങ്ങനെ ഉണ്ടാക്കും? സിലിക്കൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയതാണോ സിലിക്കൻ വാലി? കുറേ കൗതുകമാണ്, കുറേ ക്യൂരിയോസിറ്റി, മണ്ണൻ ചോദ്യങ്ങളൊക്കെയാണ്. കുറേയൊക്കെ മണ്ണൻ ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും. ഓക്കെ, ഗൂഗിൾ ഉണ്ടാക്കുക, സെർച്ച് എഞ്ചിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കും. ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ റിസ എന്ന് പറയുന്ന പ്രോഗ്രാമത്തിലേക്ക് വരാനുള്ള ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി ഇപ്പോൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും കേരളത്തിലേക്ക് കുട്ടികൾ ഇങ്ങനെ വരുന്നത്. വരുമ്പോഴും അവർ കാണുന്നപ്പോൾ കാസർഗോഡ് തൊട്ട് പറയുന്ന ട്രിവാൻഡ്രം വരെ അവരെന്ത് ചെയ്യും, ടാലറോപ്പിനെ എല്ലാ കെട്ടിടങ്ങളും പോയി കാണും. ടാലറോപ്പിനെ എല്ലാ ടീം മെമ്പേഴ്സുമായിട്ട് അവർ സംസാരിക്കുമ്പോൾ ആണ് ഞാൻ അവിടെ പറഞ്ഞതും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ എല്ലാ റിസ മെമ്പേഴ്സ് ഇവിടെ വന്ന് നമ്മുടെ 14 ഡേ ഇന്റേൺഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ റിസ മെമ്പേഴ്സും ഞാൻ പേഴ്സണലി ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഫീഡ്ബാക്ക്, കോമൺ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ടാലറോപ്പിൽ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. ടാലറോപ്പിൻ്റെ ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു എക്കോസിസ്റ്റം ബിഹേവിയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ബിഹേവിയർ എല്ലാവർക്കും ഒരേ ബിഹേവിയറാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സഫീർ നജ്മുദ്ദീനും സംസാരിക്കുന്നത്, ആൻമേരിയും സംസാരിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന 3 ദിവസമായി ജോയിൻ ചെയ്ത ഇന്റേണും സംസാരിക്കുന്ന ഒരേ ഭാഷ, ഒരേ സ്വഭാവമാണ്. അവർ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷെ ടാലറോപ്പിലേക്ക് വരുമ്പോഴേക്കും ആ മിഷനാണ്. ഈ മിഷൻ അത്രത്തോളം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പ്രൂഫാണ് ആക്ച്വലി ആ ഒരു സംഭവം. കാരണം നമ്മൾ ഹയർ ചെയ്ത ഒരാൾ, അതായത് ഞാൻ പോലും ഇപ്പം ഞാൻ ആസ് എ COO ഞാൻ അറിയുന്നില്ല ഒരു ഇന്റേൺ ജോയിൻ ചെയ്തു. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടാലൻറ്റ്. ആ ഒരു ടാലൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻറ്റേണിനെ ഹയർ ചെയ്ത് ആ ഇൻറ്റേണിന് ഈ സ്വഭാവം വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 10 കൊല്ലം ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റം അത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ. ഓക്കെ, അപ്പോൾ റിസ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കുട്ടികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് പോയിട്ടുള്ളവർ. ഇവിടെ വളരെ അഗ്രസീവായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുക. ഇപ്പോൾ ലേണിംഗ് ഫേസിലാണ്. ടാലറോപ്പിൻ്റെ എല്ലാ പ്രോജക്റ്റിലും കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രോജക്റ്റിലും നമുക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്തു, റെപ്രസെൻറ്റേറ്റീവ്സിനെ കിട്ടി തുടങ്ങി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓൾറെഡി നമുക്ക് 10 പേരുണ്ട്, അതായത് 10 ജോൺസുമാരെ കിട്ടി. ഓക്കെ, അപ്പോൾ കർണാടകയിൽ ഇതേപോലെ നമുക്ക് കിട്ടി. ഗുജറാത്താണ് ഹൈലി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ. അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, കാരണം ഓൾറെഡി ഇപ്പോൾ ഗുജറാത്ത് എന്താണ് ഒരു ബിസിനസ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഗുജറാത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് ഭയങ്കര ആക്റ്റീവാണ്. അതേപോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പിള്ളേർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. അവിടെ ഇപ്പോൾ കൊച്ചിയിലുണ്ട്.
മഹാരാഷ്ട്രയും ഇതേപോലെ തന്നെയാണ്. മഹാരാഷ്ട്ര ഓൺ ബോർഡ് ചെയ്തിരിക്കുന്നത് 25 പേരെ നമ്മൾ ഓൺ ബോർഡ് ചെയ്തത്. അത് ബേസിക്കലി പൂനെയാണ്. ബട്ട് അതെ, നല്ലൊരു റെസ്പോൺസാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും. എല്ലാ സ്റ്റേറ്റും. അതെ. അതിപ്പം നമ്മുടെ 14 ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സിലിക്കൺ വാലി മിഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫേസ് നമ്മൾ 3 ഫേസ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ആദ്യത്തെ ഫേസിലാണ് നമ്മൾ തിരുവനന്തപുരവും മലപ്പുറവും ഒക്കെ എടുത്തിരുന്ന ആദ്യത്തെ ഫേസിലായിരുന്നു. രണ്ടാമത്തെ ഫേസിൽ മറ്റ് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെടുത്തു. ഇപ്പോൾ ലാസ്റ്റ് ഫേസിലാണ് നമ്മുടെ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം 4 ജില്ലകളുടെ നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ല കംപ്ലീറ്റ്ലി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആൻമേരിയാണ്. കോട്ടയത്തേക്കൊക്കെ നമ്മുടെ മിഷൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം വില്ലേജ് പാർക്കുകൾ നല്ല ലെവലിൽ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ടെക്കീസ് പാർക്കുകൾ വരുന്നുണ്ട്, ഇപ്പോൾ ഇൻവെൻറ്റർ പാർക്ക് വരുന്നുണ്ട്, നമ്മുടെ റീജിയണൽ ഓഫീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ അഗ്രസീവായിട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നടക്കുകയാണ്. അപ്പോൾ കോട്ടയത്തേക്ക് ടാൽറോപ്പിൻ്റെ മിഷൻ പുതിയ ടീം മെമ്പേഴ്സിലേക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുമ്പം അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? വില്ലേജ് പാർക്ക് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വില്ലേജ് പാർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ബിൽഡിംഗ് ഓണേഴ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു സാധനം കോട്ടയത്ത് വരുമോ എന്നുള്ളതാണ്. കാരണം അവരുടെ ഇതിലും എല്ലാവർക്കും ഡെവലപ്മെന്റ്സ് ആഗ്രഹമാണ്. ഇപ്പോൾ ആ ഡെവലപ്മെന്റ്സ് എങ്ങനെ ചെയ്യുന്നോ, സൊസൈറ്റിയിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ ആർക്കും അറിയില്ല. അപ്പം നമ്മുടെ 20 വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസിൽ 20 ജില്ലകളിൽ നിന്നും ഓരോ ജില്ലകളിലും നമ്മൾ പാർലമെന്ററികളിൽ നിന്ന് നമ്മൾ കണ്ടക്ട് ചെയ്ത ആ കോൺഫറൻസിൽ തന്നെ ഓരോ ബിൽഡിംഗ് ഓണേഴ്സ് വന്നിരിക്കുമ്പോഴും ഇങ്ങനെ എനിക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാലേ എന്നുള്ളൊരു ഇതിലാണ് എന്ത് ചെയ്യുന്നത്, അവർ നമ്മുടെ പാർട്ടാവുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വില്ലേജ് പാർക്കുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ വില്ലേജ് പാർക്കായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോർവേഡായിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇന്റേൺഷിപ്പ് നമ്മളിപ്പോൾ ഒരു ഫ്രീ ഇന്റേൺഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് 6 മന്ത്സിന്റെയും 3 മന്ത്സിന്റെ ആയിട്ട്. അതും നല്ല റെസ്പോൺസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കണേ. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷനും ജോബ് വേണം, അറ്റ് ദ സെയിം ടൈം സൊസൈറ്റിയിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മൈഗ്രേഷൻസിന്റെ കാര്യം ഇപ്പോൾ ഏറ്റവും അധികം ഉള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് നമുക്ക് കോട്ടയത്തേക്കുള്ള. പക്ഷെ അവരൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളിൽ പോയി, ഇപ്പോൾ കാനഡയിലും UK-യിലൊക്കെ ഇപ്പോൾ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ അവർ കാണാൻ. കാര്യം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ ഏറ്റവും ടോപ്പിലേക്കൊന്നും ആരും എത്തുന്നില്ല. ഹാർവാർഡും ഓക്സ്ഫോർഡും സ്റ്റാൻഫോർഡിലും MIT-യിലൊന്നും ആരും എത്തുന്നില്ല. രണ്ടാമത് ഇപ്പോൾ സിറ്റി നെയിമുള്ള ഇപ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ആ സിറ്റി നെയിം യൂണിവേഴ്സിറ്റീസിലാണ് രണ്ടാമത്. അതിലും ആളുകൾ എത്തുന്നില്ല. പിന്നെ ഇവരുടെ അഫിലിയേഷൻസ് എടുത്ത് റൺ ചെയ്യുന്ന കോളേജുകളിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ എത്തുന്നത്. ആ കോളേജുകളുടെ സ്റ്റഡി സെൻ്റർ ഉണ്ട്, ഈ കോഫി ഷോപ്പിൻ്റെയൊക്കെ സൈഡിലുള്ള ട്രെയിനിങ് സെൻ്ററിൽ. ഇവിടേക്ക് എത്തി UK-യിൽ പഠിക്കാൻ പോകുന്നുണ്ടെന്നാണ്. മുമ്പ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ടൊന്നുമല്ല പോകുന്നത്, UK-യിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പോയത് ഏറ്റവും അധികം പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കോട്ടയത്തൊക്കെ. അങ്ങനെ ഒരുപാട് പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ പോയി അവിടുത്തെ റിയാലിറ്റീസ് വന്നപ്പോഴേക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു സാധ്യത ഇപ്പം കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത, സ്വന്തം നാട്ടിൽ നിൽക്കുന്ന, ഇവിടെ നിന്നാലാണ് നമ്മൾ ഒന്നാം കിട പൗരന്മാരായിട്ട് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ടാൽറോപ്പ് പറയുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഈ മിഷന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കാര്യം നമ്മൾ 2015 പറയുന്നത് പോലെ അല്ല ഇപ്പോൾ 2025 പറയുന്നത്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ വിമർശിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്തും വീക്ക്നെസ്സും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിമർശിക്കപ്പെടുന്ന ഒരു സംവിധാനവും ഫണ്ടിങ്ങിലാണ്. കാര്യം ഇവർക്കിത് റൺ ചെയ്യാൻ എവിടെ നിന്ന് ഫണ്ട് കിട്ടും എന്നുള്ളത് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്സ് ആണ്. ആളുകൾ നോക്കുമ്പോൾ 2015 മുതൽ ഇതുവരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാണ്ട് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നോക്കിയാൽ ടാൽറോപ്പിന് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പം സാലറി കിട്ടിയിട്ടില്ല എന്ന് അവർ പറയും, ഇവിടെ പറയും, ഇതെല്ലാവരും പറയുന്ന സംഭവമാണ്. കാര്യം ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ്, 28 എൻറ്റിറ്റീസ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കോർ ഏരിയാസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? മൊത്തത്തിൽ നമ്മുടെ സ്റ്റാർട്ടപ്സുകളെല്ലാം വരുമ്പോൾ 60ഓളം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഇപ്പോൾ ഉണ്ട്. നമ്മൾ പറയുന്നതാണ് 270ഓളം പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റിറ്റീസ് വരും നമ്മൾ ഈ പറയുന്ന 2030 നമ്മുടെ സിലിക്കൺ വാലി മിഷൻ എന്ന് പറയുമ്പോൾ. ഇതെല്ലാം വേറെ ആയിട്ടാണ്. അപ്പോൾ ഇത് ഓൾ ടുഗദർ ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവരിത് എങ്ങനെ റൺ ചെയ്യും? അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്, ഇത് കോർപ്പറേറ്റ് ഫണ്ടിലോ ഇത് ഗവൺമെൻറ് ഫണ്ടിലോ ഇത് ബാങ്ക് ഫണ്ടിലോ ഒന്നും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു മിഷനല്ല ഇത്. ഇതിന് സെൽഫ് സസ്റ്റൈനബിൾ ഫണ്ടിങ് സംവിധാനം വേണം. അപ്പോൾ ആ സെൽഫ് സസ്റ്റൈനബിൾ ഫണ്ടിങ് സിസ്റ്റം വേണം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്, എക്കോസിസ്റ്റം കമ്പനി വേണം ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒരുക്കാൻ. ബ്രാൻഡ്, കമ്മ്യൂണിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ടാലൻറ്റ്, ഫണ്ട്, ക്യാപിറ്റൽ സോഴ്സിംഗ് ഒക്കെ എക്കോസിസ്റ്റം കമ്പനി ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് ഇന്ത്യയിൽ റോഡ് കിട്ടാൻ ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ ടാൽറോപ്പ് ഇന്ത്യയിൽ എക്കോസിസ്റ്റം കിട്ടാൻ ക്യാഷ് ഇല്ല. അപ്പോൾ ഒരു എക്കോസിസ്റ്റം കമ്പനി ഉണ്ടാക്കും. എന്നിട്ട് ഈ സ്റ്റാർട്ടപ്പുകളുടെ നിന്ന് മൊത്തം ജനങ്ങളുടെ നിന്ന് മുഴുവൻ ടോൾ വാങ്ങിക്കുമെന്ന് ടോൾ കമ്പനി എടുത്ത് പറയുന്നത് പോലെ നിങ്ങൾ ഈ സ്റ്റാർട്ടപ്സുകളുടെ നിന്ന് മൊത്തം വർഷം റെൻറ്റ് കളക്ട് ചെയ്തോ. അപ്പോൾ എക്കോസിസ്റ്റം കമ്പനി. അപ്പോൾ ആ എക്കോസിസ്റ്റം കമ്പനി റെൻ്റൽ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാസം വരുമാനം വേണ്ടവർ അവിടെ വരുന്നു, വർഷം വരുമാനം വേണ്ടവർ വെച്ചിട്ട് അടുത്ത വെഞ്ച് സ്റ്റുഡിയോ ആണ്. ഇതിൻ്റെ ഓപ്പറേഷൻസ് മുഴുവൻ നോക്കാൻ നമ്മൾ വെഞ്ച് സ്റ്റുഡിയോ കമ്പനി ഉണ്ടാക്കി. അപ്പോൾ വർഷം ഡിവിഡൻറ്റ് വേണ്ടവർ അവിടെ വരുന്നു.
റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണം. അതിനാണ് നമ്മൾ ശരിക്കും 30,000-ഓളം പേരുണ്ടെങ്കിൽ ഒരു പൂൾ ഉണ്ടാക്കിയത്. കാര്യം ഒരു സ്റ്റാർട്ടപ്പ് വരുമ്പോൾ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യണം വേണം. അവരാണ് റിസ്ക് എടുക്കുന്നത്. അവർ മാത്രമേ സത്യത്തെ അൾട്ടിമേറ്റ്ലി റിസ്ക് എടുത്ത് ചെയ്യുന്നവരുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചർ, വളരെ 10 വർഷങ്ങൾക്കപ്പുറം കണ്ട് ചെയ്യുന്ന ആളുകൾ, ഏറ്റവും ക്വാളിറ്റി ഇൻവെസ്റ്റേഴ്സ്, അവർ നമ്മുടെ R&Dയിലേക്ക് വരുന്നു. ഇതല്ലാതെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സംഭവമാണ് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നിങ്ങൾ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്തോ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ 5 സെപ്പറേറ്റ് ഫണ്ടിങ് ആണ് ടാൽറോപ്പിന് എന്ത് ചെയ്താൽ സക്സസ് ആക്കിയത്. അപ്പോൾ ആളുകൾ പറയുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾ മാസമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫെയിലാവും. അത് നമുക്ക് പറയാൻ ഫെയിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് 10 വർഷങ്ങൾക്കൊപ്പമുള്ള R&D ഫണ്ട് ഈ മാസമുള്ള സംവിധാനം ചെയ്യില്ല. അത് R&D ഫണ്ട് വെച്ച് ചെയ്യണം. സ്റ്റാർട്ടപ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ ഫണ്ട്, അത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിൽ തുടങ്ങണം. അതല്ല നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് കെട്ടാൻ ഇൻവെസ്റ്ററിൻ്റെ ഒന്നും പൈസ വാങ്ങരുത്, അത് ബിൽഡിംഗ് ഓണറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. സ്കൂൾ ഇൻവെന്ററി പാർക്ക് ചെയ്യട്ടെ, കോളേജ് ടെക്കീസ് പാർക്ക് ചെയ്യട്ടെ, ബിൽഡിംഗ് ഓണർ വില്ലേജ് പാർക്ക് ചെയ്യട്ടെ, അതിന് ആ ഫണ്ട് യൂസ് ചെയ്യണം. സ്റ്റാർട്ടപ്പുകളുടെ ഓപ്പറേഷൻ അതിന് വെഞ്ചർ സ്റ്റുഡിയോ ഉപയോഗിച്ചോ, ഫൗണ്ടേഷൻ എക്കോസിസ്റ്റം ഉപയോഗിച്ചോ. അപ്പോൾ എക്കോസിസ്റ്റം കമ്പനി, വെഞ്ചർ സ്റ്റുഡിയോ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ഏഞ്ചൽ ഫണ്ട്, R&D ഫണ്ട്, ഈ 5 സെപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നാഷണൽ എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ നമ്മളെ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്കും വരുന്ന സംഭവം കൊള്ളാം, കാലക്ക മിഷൻ, ഇതിന് ഇത്രയും ഫണ്ട് വേണ്ടേ, ഇത് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിൽ നമ്മുടെ ഈ 5 ക്ലാരിറ്റി സത്യത്തിൽ നമ്മളൊരു യൂത്തിന് പറഞ്ഞു കൊടുക്കും, അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ നമ്മൾ എക്കോസിസ്റ്റം കമ്പനി, ഇതിൻ്റെ ബിസിനസ് മോഡൽ ഇതാണ്. ഒരാൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അവർക്കൊരു മാസ വരുമാനം കിട്ടുന്നു. എങ്ങനെയാണ്? അവർ റെൻ്റൽ ബിസിനസ്സിലാണ്. എന്താ റെൻ്റിൽ? അവർ എക്കോസിസ്റ്റമാണ് റെൻറ്റിന് കൊടുത്തത്. അവരുണ്ടാക്കിയ എക്കോസിസ്റ്റം ഇത്രയും സ്റ്റാർട്ടപ്സുകൾക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ 140 സ്റ്റാർട്ടപ്സിലേക്ക് പോകുമ്പോൾ 140 സ്റ്റാർട്ടപ്സിനോട് നമ്മൾ പറഞ്ഞതാണ് വർഷം ഒരു 25 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം. കാര്യം ഈ കമ്പനിക്ക് 12 കോടി മതി, ഓക്കെ 35 കോടി രൂപ വർഷം എന്ത് ചെയ്യണം, എക്കോസിസ്റ്റം കമ്പനിക്ക് ആനുവൽ ഇൻകം കിട്ടും. അവരുടെ എക്കോസിസ്റ്റം റെന്റ്, ഒരാൾ വലിയൊരു മോൾ ഉണ്ടാക്കി കുറേ ഷോപ്സിന് റെന്റ് കൊടുക്കുന്നത് പോലെ വലിയൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി റെന്റ് കൊടുക്കുന്നു. വെഞ്ചർ സ്റ്റുഡിയോ പറഞ്ഞ എന്താണ്? സർവീസ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്സിനോട് എൻഡ് ടു എൻഡ് സർവീസ് തരാം, നിങ്ങൾ 10% റവന്യൂ ഷെയർ ഇതാ എന്ന് പറയുന്ന മോഡൽ. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനോട് ഇതാ ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റാർട്ടപ്പിൽ, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ വിൽക്കാം, ഒരു 10x എങ്കിലും നിങ്ങൾക്ക് അതിൽ കിട്ടും. ഡിസ്ട്രിബ്യൂഷൻകാരോട് പറഞ്ഞു നിങ്ങളിത് ബിൽഡിങ്ങിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് നല്ല റെന്റ് തരാം. R&Dക്കാരോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ R&Dക്ക് വേണ്ടി ഫണ്ട് ചെയ്തോ, നാളെ ഇതിൽ നിന്നൊരു അസറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, R&Dയിലുണ്ടാകും. അപ്പോൾ ഈ 5 സോഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ യൂത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ടാൽറോപ്പിനെ കുറിച്ച് അറിയാത്തവർ പുറത്ത് നിന്നിട്ട് പറയാം അതായത് ഇപ്പോൾ പൊട്ടും, 2015 നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ പൊട്ടും കേട്ടാ ടാൽറോപ്പ്, 16 പൊട്ടും കേട്ടാ, 17 പൊട്ടും കേട്ടാ, 18 പൊട്ടും, ഇപ്പോൾ അവർ പറഞ്ഞ 25 പൊട്ടുമെന്നാണ്, അല്ലെങ്കിൽ അവർ 26 പൊട്ടുമെന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് പൊട്ടാത്തത്? ഇതിന് സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉണ്ട്. കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടെങ്കിലും ഓരോന്നും സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് പോകാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഒരിക്കലും നമ്മൾ R&Dക്ക് യൂസ് ചെയ്യേണ്ട ഫണ്ട് എക്കോസിസ്റ്റത്തിൽ നിന്ന് എടുക്കില്ല, ഓപ്പറേഷൻസിന് എടുക്കേണ്ട ഫണ്ട് എക്കോസിസ്റ്റത്തിൽ നിന്ന് എടുക്കില്ല, അത് വെഞ്ചർ സ്റ്റുഡിയോ. സ്റ്റാർട്ടപ്സിൽ ഉണ്ടാക്കാൻ ഏഞ്ചൽ ഫണ്ട്. ഇങ്ങനെ ബിൽഡിംഗ് കെട്ടാൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങൂല, ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻകാർ ചെയ്യണം. ഈ 5 മെക്കാനിസംസ് ആണ് സത്യത്തിൽ ടാൽറോപ്പിനെ സസ്റ്റെയിൻ ചെയ്യണം. ഇതിന് ജോൺസിന് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, അവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും? അല്ല, ഇത് ഒന്ന് നമ്മൾ ആദ്യം കറന്റ് സിനാരിയോ ആണ് പറയേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിപ്പോൾ സഫീർക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഞാൻ ഫണ്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ മാസം എത്ര തരും എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായി പോസിബിൾ അല്ല. ഓക്കെ, ഇതൊരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് ആണ്. പക്ഷേ ഇലോൺ മസ്കിന് ഇപ്പോൾ ട്വിറ്റർ ബൈ ചെയ്യണമെങ്കിൽ $44 ബില്യൺ ബാങ്ക് എത്ര വേണേ കൊടുക്കും. അത് ഓക്കെ ഇലോൺ മസ്ക് ആയതുകൊണ്ട്. പക്ഷേ ഇലോൺ മസ്ക് ആകുന്നതിന് മുൻപും അവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ചാറ്റ് GPT, എവിടെ ചാറ്റ് GPTക്ക് റവന്യൂ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അന്ന് അവരെന്ത് ചെയ്തു, ബ്ലൈൻഡ്ലി R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സ് എന്തുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു മെച്യൂർഡ് ഇക്കോസിസ്റ്റമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടാലന്റ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ടാലന്റ് ട്രെയിൻ ചെയ്യണം, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെയാണ് ഈ ഫണ്ട്. ഈ ഫണ്ടിങ്ങിൽ ഇപ്പം നമ്മൾ ഇപ്പം സഫീർക്ക് പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രോബ്ലമാണ്. നമുക്ക് ഫണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ച് കൺവിൻസ് ചെയ്യാൻ എത്ര ക്യാമ്പയിനുകൾ നമ്മൾ ചെയ്യണം. നിങ്ങൾ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂ, എത്ര ക്യാമ്പയിനുകൾ ഇവരെ പഠിപ്പിക്കണം, ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഇൻവെസ്റ്റർ ബിഹേവിയർ, കേരളത്തിന്റെ ഇൻവെസ്റ്റർ ബിഹേവിയർ, ഇന്ത്യയിലെ ഇൻവെസ്റ്റർ ബിഹേവിയർ എന്താണ്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റർ ബിഹേവിയറിനും സഫീർക്ക പറഞ്ഞ പോലെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഓരോ സംവിധാനങ്ങളുണ്ട്. ഇപ്പം മാസം വേണ്ടവർക്ക് എക്കോസിസ്റ്റം ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റർ, നല്ല ക്വാളിറ്റി ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിസ്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം. അവർക്കറിയാം കമ്പനി പൊട്ടിയാൽ അവർക്ക് പൈസ പോകും. അതെല്ലാം അനുകൂലിച്ചിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫണ്ട് തരുന്നത്.
അപ്പം ഇതാദ്യം പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇവർക്ക് കറണ്ട് സിനാരിയോയെ കുറിച്ച് മനസ്സിലാവുന്നത്. ഇവിടെ റെവല്യൂഷണറി ഐഡിയ ഉണ്ട്, കോളേജുകളിലെ ടെക് ഫെസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മതി, റെവല്യൂഷണറി ഐഡിയ കിടക്കുവാണ്. പക്ഷെ ഇവർക്ക് ഫണ്ട് തരാൻ ഒരാളും ഇവിടെ ഇല്ല, അവരെ ഗൈഡ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. ആ ഗൈഡൻസ് ആണ് ശരിക്കും ഇക്കോസിസ്റ്റം. ഈ എക്കോസിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേണം. ഇനി ഈ ക്യാപിറ്റൽ എവിടെ നിന്ന് കൊണ്ടുവരും? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല, ഇവിടെ ഒരുപാട് ക്യാപിറ്റൽ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? നല്ല ഫണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഇന്നോവേറ്റ് ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയിടാനുള്ള എല്ലാ ജോഗ്രഫിക്കൽ ഏരിയാസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഏറ്റവും വലിയ കൺസ്യൂമർ എക്കോണമി, ഇതെല്ലാം അനുകൂലമാണ് ഇന്ത്യക്ക്. ഇന്ത്യക്ക് ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല. ഒബ്സ്റ്റക്കിൾ ഉള്ളത് ഈ സിസ്റ്റം, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഓരോരുത്തരും പഠിച്ചു വന്ന ഒരു സംവിധാനം ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ആ സാധ്യതകളെ കുറിച്ച് അറിയില്ല. ഇനി അത് പഠിപ്പിച്ചാലേ വരുള്ളൂ. ആരെങ്കിലൊക്കെ ഒരു എന്ത് ചെയ്യണം, ഇനിഷ്യേറ്റീവ് എടുക്കണം. അതായത് നമ്മുടെ ഇൻവെന്റർ പാർക്കിലെ കഥ പറയുന്ന പോലെയാണ്. സ്പേസ് റോക്കറ്റുകൾ റിയാലിറ്റിയാണ്. അന്നിപ്പോൾ നീൽ ആംസ്ട്രോങ് പോയി ഇലോൺ മസ്കിനെതിരെ കേസ് കൊടുത്തു, ഓക്കെ, അത് കേസ് കൊടുത്തു പോയി. ഇലോൺ മസ്ക് അത് പ്രൂവ് ചെയ്തു, റീയൂസബിൾ റോക്കറ്റ്സ് ഉണ്ടാക്കി, ന്യൂറാലിങ്ക് കയറ്റി വിട്ടു, ഈ സ്പേസിൽ ഇന്റർനെറ്റ് സംവിധാനം ചെയ്തു. ഒറ്റ പ്രസ്സിൽ എന്ത് ചെയ്തു, യുക്രൈനിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തു. ഇതൊക്കെ റിയാലിറ്റിയാണ്. ഈ സംഭവം സ്പേസ് ഇൻഡസ്ട്രി ഓൺ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ സ്പേസിൽ അടുത്ത ഇന്നോവേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് വരുള്ളൂ. ഇതേപോലെ അവയർനെസ് ആണ്. അപ്പോൾ സ്വാഭാവികമായി കുട്ടികൾ, ഇപ്പോൾ യൂത്തിന് ഇതിൻ്റെ പവർ മനസ്സിലാവും. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, വേറെ സംവിധാനങ്ങളിലേക്ക് പോയിട്ടില്ല. അതായത് അടുത്ത കമ്പനിയിലേക്ക് കയറി എന്ത് ചെയ്യില്ല, അവിടെ നിന്നിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് നമ്മുടെ കൈകളിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റ് ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ, ഇപ്പം ഞാൻ നിങ്ങളുടെ എല്ലാ ഐഡിയാസിലും യെസ് മൂടി തന്നില്ലായിരുന്നു അന്ന്. കാരണം ഞാൻ വേറെ DCSലോ ഇൻഫോസിലോ ഒന്നും പോയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരു കൊല്ലം TCSൽ പോയി വർക്ക് ചെയ്തിരുന്നെങ്കിലോ, അപ്പോൾ സ്വാഭാവികമായി എനിക്ക് കുറേ ബാധ്യതകൾ വന്നേനെ. ഞാൻ അതിൻ്റെ പുറകെ പോയേനെ, ഞാൻ കുറേ ലോജിക്കലായേനെ. അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യും, കുറേ ചോദ്യങ്ങൾ ഞാൻ ചെയ്തേനെ. ഞാൻ അന്ന് ഒരു ചോദ്യം ചെയ്യാത്തത് കൊണ്ട്, എല്ലാത്തിലും യെസ് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ പ്രൊഫൈല്. ഇതേപോലെ തന്നെയാണ് യൂത്തിന് എന്തുണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ ഇൻറ്റൻറ്റ് ആണ്. എന്താണ് നമ്മുടെ ഇൻറ്റൻറ്റ്? സിലിക്കൻ വാലി ഇവിടെ ഉണ്ടായി വരണമെങ്കിൽ ഫോർമുലയാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറയുന്ന ടാലന്റ്, ഇന്നോവേഷൻ. ഈ ഫോർമുല ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതൊരു ഹാർഡ് മെത്തേഡാണ്. ഈ ഹാർഡ് മെത്തേഡ് ആളുകളിലേക്ക് എത്തിച്ചേ പറ്റൂ. അത് യൂത്താണ് എത്തിക്കേണ്ടത്, നമ്മളാണ് എത്തിക്കേണ്ടത്. എനിക്ക് റോബോട്ടിക്സ് എഞ്ചിനീയർ ആകണം താല്പര്യം ഉണ്ടായിരുന്നു, ആയില്ല. ഇനി അടുത്ത ജനറേഷൻ ആവട്ടെ. എനിക്കിനി പറ്റില്ല ഇത് പഠിച്ച് റോബോട്ടിക്സ് എഞ്ചിനീയർ ആവാൻ. ഇതേപോലെ ഈ പറയുന്ന അടുത്ത യൂത്തിലേക്ക് നമ്മളിത് പറയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റാണ്. കാരണം ഒന്ന്, വലിയ ഇൻഡസ്ട്രി നോളജ് ഇല്ല, പക്ഷെ അത് തന്നെയാണ് നല്ലത്. എനിക്ക് വലിയ ഇൻഡസ്ട്രി നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് വന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, അടുത്തടുത്ത എക്കോസിസ്റ്റത്തിലേക്ക് വരണം. ഒരു കാരണവശാലും ഈ പറയുന്ന ഓൺട്രപ്രണർ ഗുജറാത്തിൽ നിന്നും ബാംഗ്ലൂർ പോയി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം വരരുത്. എന്നാൽ ഗുജറാത്ത് ഒരു സിലിക്കൻ വാലി ആകണം, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും ടെക് ഇന്നോവേഷൻ വരണം എന്നല്ല. ഗുജറാത്തിൻ്റെതായ അസറ്റ് ഉണ്ട്. ആ അസറ്റിലാണ് ഐഡിയാസ് വരുന്നത്. ആ ഐഡിയാസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോകരാജ്യങ്ങളിൽ എത്തിക്കാമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെപ്പറേറ്റ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും. കാരണം ഞാനിപ്പോൾ ഞാനൊരു ബ്ലോഗ് എഴുതിയിരുന്നു. എന്തുകൊണ്ട്, വൈ ഇന്ത്യ നീഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിഫോർ സ്റ്റാർട്ടപ്പ് ഫണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അതാണ് ഫോർമുല. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഒരു ക്രിറ്റിസിസം വന്നത് ഇത്രയും സംഭവത്തിൽ, അതായത് ലാർജ് സ്കെയിലിൽ ഡെവലപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി ഡൈല്യൂട്ട് ആകും എന്നുള്ളത്. ഓക്കെ, ക്വാളിറ്റി പോവില്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ക്വാളിറ്റി നോക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് കമ്പനി ക്വാളിറ്റി നോക്കിയാൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഒരു പേനയാണ് വേണ്ടത്, പേന മതി. എനിക്ക് ക്വാളിറ്റി ഉള്ള പാർക്കർ പേന കിട്ടിയാൽ മാത്രമേ ഞാൻ എക്സാം എഴുതുള്ളൂ എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. എനിക്കൊരു പെൻ മതി. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ജോഗ്രഫിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യം എറണാകുളം ജില്ലയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ കേരളം എന്ന് പറയുന്നത് 14 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് 28 സ്റ്റേറ്റ്, 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഓരോ എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ടാലന്റുകളെ കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എല്ലാ സ്റ്റേറ്റുകളിലും ഈ പറയുന്ന ഫണ്ടിങ് മെത്തേഡുകൾ നമുക്ക് കൊണ്ടുവരണം. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ടത് വാലിഡേഷൻ ആണ്.
വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ പല മോഡൽസും നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ തമിഴ്നാട്ടിൽ നമുക്ക് ഇത് പോയി ഇങ്ങനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തമിഴ്നാട് നമ്മൾ കേരളത്തിൽ കാണിച്ച സംവിധാനം അവിടെ കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ തമിഴ്നാട് 39 ക്യാമ്പസിലെ ടെക്കിസ് പാർക്ക്. കാര്യം അവർക്ക് വലിയ സംഭവം വേണ്ട. കേരളത്തിൽ എത്ര ക്യാമ്പസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മോഡൽ കാണിച്ച് ടെക്കിസ് പാർക്ക്. തമിഴ്നാട് ഒരു ക്യാമ്പസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. ഒരു പാർലമെന്ററിയിൽ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എത്ര ക്യാമ്പസ് അപ്ലൈ ചെയ്യണത്? 39 സ്കൂൾ ഇൻവെന്ററി പാർക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ റെഡിയാണ്. 234 ബിൽഡിംഗ് ഓണേഴ്സിന് വില്ലേജ് പാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവരുടെ നാട്ടിൽ കൊണ്ടുവരണമെന്നുണ്ട്. ഒരു ബിൽഡിംഗ് ഓണറിന് കാര്യം അവരെ എഡ്യൂക്കേഷന്റെ കൂടെ ഒരു BA ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കുന്നവരാണ്. അവരുടെ പേരിന്റെ കൂടെ അവരുടെ എഡ്യൂക്കേഷനും കൂടി വെക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ യൂത്തിനോട് പറഞ്ഞ സെൽഫ് സസ്റ്റൈനബിൾ മെക്കാനിസം. ഓക്കെ, കോർപ്പറേറ്റ് ഫണ്ടിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഫണ്ടിങ് വിൻഡർ വന്നു, അല്ലെങ്കിൽ ഫണ്ടിങ് ക്രഞ്ച് വന്നു, പിന്നെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അതുകൂടി നിൽക്കുകയും വിഷയം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അപ്പൊ ഗവൺമെന്റിന്റെ ഫണ്ടാണ്, ഓക്കെ, അപ്പൊ അടുത്ത ഗവൺമെന്റ് വന്നിട്ട് ആ ഫണ്ട് അനുവദിച്ചില്ല എങ്കിൽ അതോടുകൂടി നിൽക്കും. അതല്ല, ഓരോന്നും റൺ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ക്യാപിറ്റൽ മെക്കാനിസം വേണം. ഇപ്പൊ നമ്മൾ ഇത്രയും കോൺഫറൻസ് ചെയ്യുമ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കോൺഫറൻസ് ചെയ്ത ആളുകൾ എങ്ങനെ കൂട്ടുന്നത്? നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ 2025 കോൺഫറൻസ് ചെയ്തൊരു 300 പേര് വന്നു. ഓക്കെ, ആ 300 പേര് 2029 30 ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾക്ക് ഇപ്പം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴേ അതിന് പ്രീസീഡ് 30 ലക്ഷം അനൗൺസ് ചെയ്താൽ ഉടനെ 30 പേരൊന്ന് 1 ലക്ഷം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 2015 മുതൽ പ്രസന്റ് ചെയ്ത് വെച്ചേക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ടാൽറോപ്പിനെ വിശ്വാസമാണ് ഇപ്പോൾ. കാര്യം ഇവർ 10 വർഷം അവർ നോക്കുന്ന ടാൽറോപ്പ് ഉണ്ടല്ലോ. അന്ന് കണ്ട ടാൽറോപ്പ് ഇതാ എവിടെ നിൽക്കണം, ഇന്ന് കണ്ട എവിടെ നിൽക്കണം. ഇത് ഉണ്ടാക്കിയത് മനുഷ്യന്മാർ തന്നെയല്ലേ ഉണ്ടാക്കിയത്. ഇതിന്റെ ഇടയ്ക്ക് അവർ ഇത്രയും സംഭവം വലുതായെങ്കിൽ ഇവരെ കൊണ്ട് ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ 2025 നമ്മൾ പോയി പ്രസന്റ് ചെയ്യുന്നവർ ഇപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, ഇപ്പൊ തന്നെ നമ്മളെ കൂടെ വരുമെന്ന് വിശ്വസിക്കുന്ന മണ്ടത്തരാണ്. അതിലൊരു പ്രോബബിലിറ്റി ഉണ്ട്, കുറച്ച് പേര് വരും. ബാക്കിയുള്ളവർ ഇങ്ങനെ നമ്മുടെ വാലിഡേറ്റ് ചെയ്തും പഠിച്ചും ഈ സംവിധാനം നിൽക്കും. ഇത് നമുക്ക് കൃത്യമായിട്ടൊരു യൂത്തിന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ കോട്ടയം ജില്ലയിൽ ഇപ്പൊ നമ്മൾ 9 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഈ 9 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഓരോ കോളേജുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മൾ ടാലൻറ്റുകൾ അടുത്ത ജോൺസ് ജോസഫ്മാരെ അടുത്ത ആൻമേരി ജിജുവിനെ എടുക്കുമ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ്. 2015 മുതലുള്ള നമ്മുടെ കഥകൾ, നമ്മളിത് വന്നത് എങ്ങനെയാണ്, ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് ഇതിനെ സെൽഫ് സസ്റ്റെയിൻ ചെയ്യിക്കേണ്ടത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യണം. അതിനാണ് സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉള്ളത്. അമേരിക്കക്കാരും ഫണ്ട് ചെയ്യണേയും കാത്തുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ അവിടെ കോട്ടയം ജില്ലയിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കി വെക്കണം. അതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ കോളേജുകളോട് പറയണം, നിങ്ങൾ ടെക്കീസ് പാർക്ക് ചെയ്യും. 9 കോളേജ് ടെക്കീസ് പാർക്ക് ചെയ്യട്ടെ, 9 സ്കൂൾസ് ഇൻവെന്ററി പാർക്ക് ചെയ്യട്ടെ. അവിടെ എന്താണ് ഇത്രയും വില്ലേജ് പാർക്കുകൾ, അവിടെ ബിൽഡിംഗ് ഓണേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വില്ലേജ് പാർക്കുകൾ ഇത്ര വില്ലേജ് പാർക്കുകൾ ചെയ്യട്ടെ. അപ്പോൾ ആ സ്ഥലത്ത് ഇൻഫ്രാസ്ട്രക്ചർ വന്നു. എന്നിട്ട് നമ്മൾ ടാലൻറ്റുകളെ സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും ടാലൻസിനെ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇന്നോവേഷൻസ് വരും. അന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സും വേണം. അതിൽ എക്കോസിസ്റ്റം ഇൻവെസ്റ്റേഴ്സ് വേണ്ടേ? അപ്പോൾ മന്ത്ലി തരുന്ന ഒരു എക്കോസിസ്റ്റം ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, ഇയർലി വേണ്ട ഒരു വെഞ്ചർ സ്റ്റുഡിയോയിൽ വരട്ടെ, അവരവരുടെ ബിൽഡിങ്ങിൽ വേണ്ടവർ ഡിസ്ട്രിബ്യൂഷനിൽ വരട്ടെ. അതല്ല, സ്റ്റാർട്ടപ്പുകളിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരട്ടെ. ഫ്യൂച്ചർ R&D ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ, ഒരു 10 വർഷമൊക്കെ കണ്ട് ചെയ്യാൻ പറ്റുന്നവർ, അവർ R&D കമ്പനിയിലേക്ക് വരട്ടെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വേണം. ഇവരെ നമ്മൾ പറഞ്ഞ ഈ ടാലന്റുകൾ റോപ്പ് ചെയ്യപ്പെടണം, ടാൽറോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പറഞ്ഞ സ്റ്റുഡൻസ് നമുക്ക് വേണം, വോളണ്ടിയേഴ്സ് നമുക്ക് വേണം, ഇന്റേൺസ് വേണം, എംപ്ലോയീസ് വേണം, മാനേജേഴ്സ് വേണം, ലീഡേഴ്സ് വേണം, ഇൻട്രാപ്രനേഴ്സ് വേണം, ഓൺടർപ്രനേഴ്സ് വേണം, കൺസൾട്ടൻസ് വേണം, ഇൻവെസ്റ്റേഴ്സ് വേണം. ഇങ്ങനെയുള്ള എല്ലാ ടാലന്റുകളും റോപ്പ് ചെയ്യപ്പെടണം. ഇത് നമുക്ക് വളരെ സക്സസ്ഫുള്ളി നമുക്ക് പറഞ്ഞ് ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് കേരളം ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറണം, ഇന്ത്യ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് മാൻ പവർ ഹബ്ബായിട്ട് മാറുന്നത്, വേൾഡ് മാർക്കറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയോടൊക്കെ നമ്മൾ ഈ ഒരു മിഷൻ പറഞ്ഞാൽ ആൻമേരിക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി റോപ്പ് ചെയ്യാൻ, ടാലൻറ്റിനെ നമ്മളിലേക്ക് റോപ്പ് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എത്രത്തോളം വിശ്വാസം ഇപ്പോഴുണ്ട് 2020 നിന്ന് 2025 വരുമ്പോൾ? ഇനീഷ്യലി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്തും എനിക്കും അത്ര വിശ്വാസവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ ആസ് എംപ്ലോയി തന്നെയായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടീമിൽ ഓരോ ഫ്രഷേഴ്സ് വന്ന് അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കിട്ടുമല്ലോ. അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ്, ആ ഒരു സമയത്തേക്കും എനിക്ക് കോൺഫിഡൻസ് വന്നു. സ്വാഭാവികമായിട്ടും അടുത്ത ടീമിലേക്കും ഈ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കും അടുത്ത ലെവലിലേക്കുള്ള ലീഡറിലേക്ക് ആവാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാനും അവരെ സൈഡിൽ നിന്നുള്ള അവരുടെ തടസ്സങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യണം കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലേനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തൻ്റെ ഉള്ള പെണ്ണുങ്ങളാണ്, അത് ഞാൻ ഇതായിട്ട് തന്നെ പറയാം. അപ്പോൾ
അവർക്കും അടുത്ത ലെവലിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പോൾ നോക്കിയ സമയത്ത് ഒരുപാട് ഓൺടർപ്രണേഴ്സ് കോട്ടയം മാത്രമായിട്ടുണ്ട്. അപ്പോൾ ആ വുമൺ ഓൺടർപ്രണേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. അവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ സിസ്റ്റം ത്രൂ ആയിട്ട് തന്നെയായിട്ട് അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടാൽഡ്രോപ്പിൻ്റെ ഇൻഹൗസ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ടീമും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന ഓരോരുത്തരായിക്കോട്ടെ, അടുത്ത ടീമിലേക്കുള്ള ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആ കോൺഫിഡൻസ് നമുക്ക് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അവരെ അടുത്ത ലീഡറിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോട്ടയം ജില്ലയും കൂടെ പൂർണ്ണമായിട്ട് ടാൽഡ്രോപ്പിന്റെ കയ്യിലേക്ക് വരികയാണ്. അത് ആൻമേരിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അപ്പം കോട്ടയം ഇപ്പം നമ്മളിപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് മുഴുവൻ ഹെഡ് ചെയ്യുന്നു. അപ്പോൾ കോട്ടയം ജില്ല നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നാഷണലിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഇപ്പോൾ ജോൺസ് ഇപ്പോൾ സ്റ്റേറ്റ്ലി ചെയ്ത സാധനം നമ്മുടെ മറ്റ് 27 സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിലേക്ക് ചെയ്യുന്നു. ഈ ഇൻ്റർനാഷണൽ ടീം ഒരു ടീം വേറെ, ആഫ്രിക്കയിൽ ഒരു ടീം വർക്ക് ചെയ്യുന്നു, GCCയിൽ ഒരു ടീം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ടാൽഡ്രോപ്പ് ഇങ്ങനെ ഭയങ്കര വൈഡാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ഇതൊന്നും കാണുന്നില്ല. അതായത് അവർ കാണുന്നത് ടാൽഡ്രോപ്പിന്റെ ഓപ്പറേഷനിലായിരിക്കും. ഓപ്പറേഷൻസിൻ്റെ അകത്ത് പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പക്ഷേ ആഫ്രിക്കയിൽ എന്തിനാണ് ടാൽഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ കാണുന്നില്ല. GCCയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഗുജറാത്തിൽ ടാൽഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം കാണില്ല. അതായത് ഇതെല്ലാം കൂടി പ്ലഗ് ചെയ്യപ്പെടുന്ന ഒരു മൊമെൻ്റാണ് 2030 ഇതെല്ലാം ഡിറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ഗുജറാത്തായിട്ടാണ് നടക്കുന്നത്, തമിഴ്നാടായിട്ടാണ് നടക്കുന്നത്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന മൊമെൻറ്റിലാണ് ഇത് സിലിക്കൺ വാലി ആകുന്നത്. സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ എന്താണ്? ഒരു ഇന്നോവേഷൻ വന്നു, ഒരു AI ഒരു ഇന്നോവേഷൻ, ഒരു റെവല്യൂഷൻ നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? അതിൻ്റെ മാർക്കറ്റ് അവർക്ക് ആഫ്രിക്കൻ മാർക്കറ്റ് ആണെങ്കിൽ ആഫ്രിക്കൻ മാർക്കറ്റ് കണക്റ്റഡ് ആണ്. അതാണ് ഈ പറയുന്ന സിലിക്കൺ വാലി മിഷൻ. അല്ലാണ്ട് കേരളത്തിൽ കുറേ കെട്ടിടവും കിട്ടി, കേരളത്തിൽ കുറച്ച് പിള്ളേരും വന്ന് കേരളത്തിൽ നിന്നൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനല്ല നമ്മൾ സിലിക്കൺ വാലി എന്ന് പറയുന്നത്. മാർക്ക് സുക്കർബർഗ് സിലിക്കൺ വാലിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റേ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ പ്രൊഡക്റ്റ് അവൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് വിറ്റ് പൈസ ആക്കിയെന്ന് പറയും പോലെ മാർക്ക് സുക്കർബർഗിനെ ഉണ്ടാക്കുകയാണ് ആദ്യത്തെ നമ്മുടെ പണി. മാർക്ക് സുക്കർബർഗിന് ഇപ്പോൾ 2017 ഒരു സ്കൂളിൽ പോയി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയാലാണ് മഹാദേവ് എന്നുള്ള മാർക്ക് സുക്കർബർഗ് ഉണ്ടാവുന്നത്. ഡിയോസ് എന്നുള്ള ഫേസ്ബുക്ക് ഇന്നോവേഷൻസ് ഉണ്ടാവണം. ഇത് 10,000 ഉണ്ടാകണം. ഇതുണ്ടായി വരണമെങ്കിൽ ഇന്ത്യ എന്നുള്ള ലാർജസ്റ്റ് കൺസ്യൂമർ എക്കോണമി വേണം. കേരളം മാർക്കറ്റ് ആയിക്കൊണ്ട് സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത് നോക്കിക്കേ, ഫ്ലോപ്പാണ്. കാര്യം കേരളം അത്ര വലിയ കൺസ്യൂമർ മാർക്കറ്റ് അല്ല, എല്ലാ വിഷയത്തിലും മാർക്കറ്റ് അല്ല. മനസ്സിലെ കേരളത്തിൽ തന്നെ ഇപ്പം 1 കോടിക്ക് ടാക്സ് അടയ്ക്കാൻ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ തുച്ഛമേ ഉള്ളൂ. അതേസമയത്ത് ഗുജറാത്ത് നോക്കിയാലോ, ഉത്തർപ്രദേശ് നോക്കിയാലോ, മനസ്സിലെ അത്രയും കൂടുതൽ. നമ്മൾ ഉത്തർപ്രദേശിൻ്റെ ഒരു ഭാഗം കണ്ടിട്ടാണ് ദരിദ്രം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് വിശാലമായിട്ട് 25 കോടി ജനങ്ങളുള്ള ഒരു വലിയൊരു സ്റ്റേറ്റ് ആണ്. ഇതൊക്കെയാണ് കൺസ്യൂമർ എക്കോണമി ശരിക്കും. അപ്പോൾ ഇത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ടാപ്പ് ചെയ്താൽ ചൈന ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ വേൾഡിന്റെ 4/1 ഇന്ത്യ എന്ന് പറയാം. അതായത് വേൾഡിന്റെ 4/1 കൺസ്യൂമേഴ്സ് നമ്മുടെ ഉണ്ട്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിനെ കണ്ട് കേരളത്തിൽ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കാൻ പറ്റണം. കേരളം ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ആവണം. കാലിഫോർണിയ ഹെഡ് ക്വാർട്ടേഴ്സ് ആയതുപോലെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആകണം. പ്രൊഡക്ഷൻ ഇവിടെ വേണ്ട, പ്രൊഡക്ഷൻ നമുക്ക് തമിഴ്നാടോ ആന്ധ്രാപ്രദേശിലോ ചെയ്യാം. മാർക്കറ്റ് വേൾഡ് മുഴുവൻ നമുക്ക് മാർക്കറ്റാണ്. ഇതൊരു ത്രെഡാണ്. ഈ ത്രെഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഇത് വിശ്വസിപ്പിച്ചെടുക്കണം. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണ്? ഡിസ്ട്രിബ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയ, തമിഴ്നാട് ചെയ്യാൻ നമുക്ക് തമിഴ്നാട് ടീം വേണം, നമ്മൾക്ക് തമിഴ്നാട് പോയി ചെയ്തില്ല. ആന്ധ്രാപ്രദേശ് ചെയ്യാൻ നമുക്ക് ആന്ധ്രാപ്രദേശ് ടീം വേണം. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് തന്നെ ടാൽഡ്രോപ്പിംഗ് ആണ്. ടാൽഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടാൽഡ്രോപ്പിംഗ് തന്നെയാണ് സംവിധാനം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടീമിനെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ടാൽഡ്രോപ്പിൻ്റെ ഒരുപാട് സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ എക്സ്പേർട്സുകളെ ഹയർ ചെയ്ത് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ എക്സ്പേർട്സിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ മൈൻഡ് ബ്ലോക്കേഴ്സ് ഉണ്ട്. അവരുടെ മൈൻഡ് ബ്ലോക്കേഴ്സ് എന്താണ്? അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ അവർക്കുണ്ട്. ഇപ്പോൾ ജോൺസ് ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ഫ്രഷ് ആയിട്ട് ഒരാളോട് പറയണം. 10 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു നെഗറ്റിവിറ്റി ഇല്ല. ആ കുട്ടിക്ക് ഇപ്പം ഇറാനും ഇസ്രായേലും യുദ്ധമാണ്, അവർക്ക് അതിലൊരു പ്രശ്നമില്ല. നമുക്കാണ് അതിൽ ഭയങ്കര ആശങ്കയും കാര്യങ്ങളുള്ളത്. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു ആശങ്കയില്ല. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് നെഗറ്റിവിറ്റി ഒന്നും ഈ കുട്ടിയെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ആ കുട്ടിക്ക് ഒരു പ്രിജുഡിസ്, മുൻവിധികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഓപ്പണാണ്, ഫ്രഷ് മൈൻഡ് സെറ്റാണ്. അവിടെ നമ്മൾ കൊടുക്കുകയാണ് പോസിറ്റിവിറ്റി കൊടുക്കുകയാണ്, നെഗറ്റിവിറ്റി അല്ല. നമ്മൾ ഒന്നാംകിട പൗരന്മാരാണ്, നമ്മൾ ഉണ്ടാക്കിയാലും ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു സബ് കോൺഷ്യസ് ബിലീഫ് നമ്മൾ ഈ 10 വയസ്സുകാരന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇമാജിനേഷൻ ചെയ്യാൻ പറയണം. ഓക്കെ, ഇമാജിനേഷൻ ചെയ്തേ, എങ്ങനെയാണ് ഇത് ഇമാജിനേഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. അങ്ങനെ ചെയ്തു, കുട്ടിക്ക് ഇമാജിനേഷൻ വന്നു. എന്നിട്ട് പറയണം പഠിക്ക്, നീ അത് പഠിക്കരുത്, നീ ഇമാജിനേഷൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് പഠിക്ക്, എന്നിട്ട് നീ ചെയ്യ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉണ്ട്, അവരുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇതാണ് സത്യത്തിൽ സിലിക്കൺ വാലി മിഷൻ. ഇതല്ലാതെ ഒന്നുമല്ല. അപ്പോൾ എന്നാൽ ഇവർക്ക് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2017 KVUPS കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ ടെക്കീസ് പാർക്ക് ചെയ്തില്ലെങ്കിൽ മഹാദേവ് ഉണ്ടാവില്ല. നമ്മൾ കൊച്ചി ഇൻഫോ പാർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മഹാദേവ് ഉണ്ടാവില്ല. കാര്യം ഇന്ത്യയുടെ ആത്മാവ് ശരിക്കും ഗ്രാമങ്ങളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്രാമങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരിടത്ത് ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയെന്ന് കരുതി കേരളത്തിൽ ടാലൻറ്റുകൾ ഉണ്ടായില്ല.
ഇത് എവിടെ നിന്നാണ് ഇന്നോവേഷൻ ഉണ്ടാവണമെന്ന് നമുക്ക് അറിയില്ല. അതെ, അതെ, എന്ത് അതെ. ഇന്നോവേഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന്റെ ഫോർമുല ഇതാണ്: ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ടാലന്റ്, എന്നിട്ടേ ഉള്ളൂ ഇന്നോവേഷൻ. പക്ഷെ ആ ടാലന്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടാലന്റ് ആയിരിക്കണം. ഈ ഒരു ഫോർമുല ജോൺസൺ ഇപ്പോഴത്തെ ഒരു ബിലീഫ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ടോപ്പ് ലെവലിലുള്ള ആളുകൾ, ഭയങ്കര ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ബിലീവബിൾ അല്ലാത്ത, അല്ലെ ഇപ്പം നമ്മളിപ്പോഴും പറയുമ്പോഴെന്ന് വെച്ചാൽ വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് വരുന്നു, വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് ഫെസിലിറ്റേഷൻ കൊടുക്കുന്നു, നമ്മുടെ കോളേജിൽ നിന്ന് മാൻ പവർ അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ വലിയൊരു IT പാർക്ക് വന്നാൽ എന്താണ്, അവിടെ വലിയ IBM പോലത്തെ വലിയ കമ്പനികൾ വരിക, അവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തി പ്ലേസ്മെന്റ്സ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഗൂഗിൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, ഒരു മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ഫേസ്ബുക്കും ഒരു ആമസോണും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നും നമ്മൾക്കും ഗ്ലോബൽ കമ്പനീസ് ഉണ്ടാക്കണമെന്നൊരു ഇനിഷ്യേറ്റീവ് പറയുമ്പം കേരളത്തിലോ നടക്കോ എന്ന് എല്ലാവരും ഒരു ഭയങ്കര ടോപ്പ് ലെവലിലുള്ള ആളുകൾ പറയുന്ന സംവിധാനം, അവരെൻ്റെ അടുത്ത് ഭയങ്കര ജെന്യൂനായിട്ട് പറഞ്ഞ സംവിധാനമുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ, ഇങ്ങനെയൊക്കെ മിഷനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, ഇത്രയും ക്യാപിറ്റൽ സോഴ്സും ഇത്രയും ടാലൻസ് ഒക്കെ വന്നിട്ട് ഇത് നടന്നില്ലെങ്കിൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ സ്കാം ആയി പോവില്ലേ? ഭയങ്കര ജെന്യൂനായിട്ട് അവർ വന്ന് ചോദിക്കുന്ന സംഭവം. അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയമുണ്ടല്ലോ, അതായത് തോറ്റാൽ സ്കാം എന്നുള്ള ഭയപ്പെടുത്തിയാണ് ഒരു യൂത്തിന് ഇവിടെ നിന്ന് ഓടിച്ചത്. തോറ്റാൽ സ്കാമാണ്. തോക്കാനുള്ള ഫ്രീഡം സത്യത്തിൽ കേരളത്തിനില്ല. കേരളത്തിലൊരു ബിസിനസ് തോക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും? ഒരിക്കലും ഇല്ല. കേരളത്തിലൊരു ബിസിനസ് തോറ്റാൽ അവൻ പറ്റിപ്പുകാരനാണ്, അവൻ സ്കാമാണ്. എന്തുകൊണ്ടാണ് അവൻ സ്കാം ആയത്? അവൻ തോറ്റു. കാര്യം എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് തന്നെ തോൽക്കാൻ ഫ്രീഡം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജയിക്കാൻ ധൈര്യം ഉണ്ടാകില്ല എന്നാണ്. അവിടെയാണ് നമ്മുടെ ഈ മിഷൻ പറഞ്ഞ ഒന്നത് തോക്കേയില്ല, 2 തോറ്റാൽ നമുക്കൊരു പേടിയില്ല എന്നൊരു സംവിധാനം. ഈ ഫോർമുല പറയുമ്പം ടോപ്പ് ലെവലിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാര്യം അവർ വിശ്വസിക്കാത്തതിന് സ്ട്രോങ് എന്തായാലും റീസൺ ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്നായിരിക്കും. അപ്പോൾ ജോൺസൺ എന്താ അത് ഫീൽ ചെയ്തിട്ടുള്ളത്? സ്വാഭാവികമായി ആ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് സക്കർബർഗ് പണ്ട് സൺഡേ ക്ലാസ്സിന് പോകുമായിരുന്നു, അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി ആ കുട്ടികൾക്ക് ആരാണ് വന്ന് പഠിപ്പിക്കുന്നത്? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, ഫേസ്ബുക്ക് ഉണ്ടാക്കിയ co-founder-ആണ് മാർക്ക് സക്കർബർഗ്. അപ്പോൾ കുട്ടികൾ പഠിക്കുകയാണ് ഫേസ്ബുക്ക് ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം അവൻ ഫേസ് ചെയ്തു, മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്ക് സക്കർബർഗ് അവരുടെ മുൻപിലൂടെ എന്തായി, ഒരു ബിസിനസ് ടൈക്കൂണായി മാറി. ഇതേപോലെ സ്റ്റീവ് ജോബ്സ് വന്നിട്ടുണ്ട്, ബിൽ ഗേറ്റ്സ് വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഇലോൺ മസ്ക് വന്ന എന്താ, എനിക്കെതിരെ നീൽ ആംസ്ട്രോങ് പോയി കേസ് കൊടുത്തു, ഞാൻ വിഷമിച്ചു, എൻ്റെ ഹീറോ ആയിരുന്നു. ഈ കഥകൾ കേട്ടിട്ടാണ് അമേരിക്കയിലെ ഓരോ പൗരന്മാരും എന്ത് ചെയ്ത് കഥകൾ കേട്ടിട്ടാണ് വളർന്നു വരുന്നത്. അപ്പൊ ഇത് ഇൻഫ്ലുവൻസ് ആണ്. ഈ ഇൻഫ്ലുവൻസിലൂടെയാണ് അടുത്ത ഓപ്പൺ AI വരുന്നത്, അവിടെ അടുത്ത ട്വിറ്റർ, ഈ പറയുന്ന ബാക്കിയുള്ള അമേരിക്കൻ കമ്പനികൾ വരുന്നത്. ഇതേ സെയിം കഥ തന്നെയാണ് ചൈനയിലുള്ളത്. ഓക്കെ, അപ്പൊ കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യനെ സംബന്ധിച്ചും ഇപ്പോൾ ബൈജൂസ് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ബൈജൂസ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമെന്നും നമുക്കും ഇവിടെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ഉണ്ടാകുമെന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ആക്ച്വലി റിവേഴ്സ് ആയിട്ട് ഹിറ്റ് ചെയ്തു. ഓക്കെ, ബൈജൂസ് തോറ്റു, ഇനി എന്ത് ചെയ്യില്ല, ഇനി ഇവിടെ നടക്കില്ല. ഓക്കെ, ഓൾറെഡി നമുക്കൊരു പ്രിജുഡൈസ് മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളെ കൊണ്ട് ഇത് സംഭവം, കാരണം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ എവിടെയാണ് കേരള സ്റ്റാർട്ടപ്പ്? സ്വിഗ്ഗി കേട്ടിട്ടുണ്ട്, സൊമാറ്റോ, പേടിഎം, ഭാരത് പേ, ഇതെല്ലാം എൻ്റെ ഫോണിൽ ആപ്പും ഉണ്ട്. ഓക്കെ, എവിടെയാണ് ഒരു കേരള സ്റ്റാർട്ടപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോലും ഇല്ല. ഓക്കെ, അതിൽ വ്യക്തമായിട്ടുള്ള നമുക്ക് റീസൺസ് ഉണ്ട്. ഒന്ന് ലാംഗ്വേജ് വലിയൊരു ഇഷ്യൂ ആണ്. ഓക്കെ, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കൂടുതലും സംസാരിക്കുന്ന ഹിന്ദിയാണ്. അപ്പോൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കേരളത്തിലുണ്ടാകും, ഈ ബാംഗ്ലൂർ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കേരളത്തിലുണ്ടാകും. പക്ഷെ കേരളത്തിൽ തുടങ്ങുന്ന അങ്ങോട്ട് സ്കെയിൽ ചെയ്യാൻ ഭയങ്കര ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഒരു മറ്റൊരു രാജ്യത്തിൽ പോയി സ്കെയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം, എടുക്കണം. അതുകൊണ്ട് അവിടെ ഒരു ഫെയിലിയർ നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് ഇൻഫ്ലുവൻസ് ഇവിടെ ആരുണ്ട്? ഇവിടെ ആരും ഇല്ലായിരുന്നു. ബൈജൂസ് ഉണ്ടായിരുന്നു, ഇപ്പം എന്താണ്, അതും അങ്ങ് ബാക്ക് ഫയർ ചെയ്തു. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഷാർക്ക് ടാങ്കിൽ വരുന്ന ഓരോ, ഇപ്പോൾ ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ എപ്പോഴാണ് 15 വർഷം കഴിഞ്ഞിട്ടാണ് ഷാർക്ക് ടാങ്ക് വരുന്നത്. അതായത് ഇന്ത്യൻ ഐഡൽ നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തു, അമേരിക്കൻ ഐഡലിന്റെ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ എടുക്കുന്നത്. അമേരിക്കാസ് ഗോട്ട് ടാലന്റ്, അതും നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യാസ് ഗോട്ട് ടാലന്റ്. അത് എപ്പോഴാണ് 2000s നമ്മൾ എടുക്കുന്നത്. അന്ന് നമുക്ക് പ്രൊഡക്ഷൻസ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, കേൾക്കാൻ ഓഡിയൻസ് ഉണ്ട്, ജഡ്ജ് ചെയ്യാൻ നല്ല എക്സ്പേർട്ട് സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ കണക്റ്റായി ഇന്ത്യൻ ഐഡൽ നമുക്ക് എടുക്കാം. ഇതേപോലെ ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് ഇഷ്ടം പോലെ ടാലന്റ് ഉണ്ട്, ജഡ്ജ് ചെയ്യാൻ പാനലുണ്ട്, പ്രൊഡക്ഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റാർട്ടപ്പ് വരാൻ ടൈം എടുത്തു.
കാരണം ഫൗണ്ടേഴ്സ് ഇല്ല, ഇൻവെസ്റ്റേഴ്സും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടപ്പിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വേണമല്ലോ. ഇതൊക്കെ ഒരു ടൈമിംഗ് ആണ്. ഇപ്പോഴാണ് ഷാർക്ക് ടാങ്ക് ബൂമാവുന്നത്. അപ്പൊ ഷാർക്ക് ടാങ്ക് ഇപ്പോൾ നോക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു സംഭവം ചെയ്യണം. ഈവൻ കേരളത്തിൽ നിന്ന് ഫൗണ്ടേഴ്സ് ഇപ്പോൾ എന്താണ് കേരള ചിപ്സിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിൽ അമൻ ഗുപ്ത എന്ത് ചെയ്തു, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്. മനു എന്നാണ് ആ ഫൗണ്ടറിന്റെ പേര്, കേരളക്കാരനാണ്. അത് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ 1-2 കേർലി ഹെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അത് ഇവിടെ കേരളത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവർ ഷാർക്ക് ടാങ്കിലൂടെ അവർ പണ്ട് മുതലേ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ബൂം ചെയ്ത് വരുന്നത്. അതായത് ഇതെല്ലാം വിശ്വസിക്കണമെങ്കിൽ ഇത് ഒരാൾ ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ച ബൈജു രവീന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിവേഴ്സ് ആയില്ലേ, അത് പൊട്ടിപ്പോയില്ലേ എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പിന്നെ ഇത് വരുന്നത്. അപ്പൊ ഓൾറെഡി പ്രിജുഡീസ് മൈൻഡ് സെറ്റ്. നമുക്ക് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേ സ്റ്റാർട്ടപ്പ് ഇല്ല. നമുക്കിനി പിന്നെ എങ്ങനെ ഗൂഗിൾ ഉണ്ടാവും? അതൊരു ചോദ്യമാണല്ലോ. നമുക്കിവിടെ 3000 സ്റ്റാർട്ടപ്പ് ലോഗോസ് ഉണ്ട്. ഓക്കെ, ഇത് എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? അതായത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ തന്നെയാണ് ആക്ച്വലി കേരളം. ഇന്ത്യയിൽ 100 യൂണിക്കോൺ ഉണ്ട്. ഇന്ത്യയിൽ പക്ഷെ ഗൂഗിൾ എന്ന് പറയാൻ ഒരു കമ്പനിയും ഇല്ല. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ എന്തില്ല, യൂണിക്കോൺ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായി ഇന്ത്യയിൽ പോയി നമ്മൾ ഗൂഗിൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ. ഇപ്പൊ ഇന്ത്യയിൽ ആരും വിശ്വസിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേരളത്തിൽ വിശ്വസിക്കും? ബാംഗ്ലൂർ ആരും വിശ്വസിക്കുന്നില്ല ഇവിടെ നിന്നും ഗൂഗിൾ ഉണ്ടാക്കും. ബാംഗ്ലൂരാണ് നമ്മുടെ ഇന്ത്യയിലെ സിലിക്കൻ വാലി. പിന്നെ എങ്ങനെ കേരളത്തിൽ വിശ്വസിക്കും? ഇതൊരു ടൈപ്പ് ഓഫ് ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഇത് കാണിച്ചു കൊടുക്കണം. ഇതൊരു സംഭവമാണ്, ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. തിയറി അല്ല, കാണിച്ചു കൊടുക്കണം. നമ്മളിതിപ്പോൾ കുറേ തിയറി റിയലിസ്റ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ആളുകൾ ഇത് വിശ്വസിക്കണമെങ്കിൽ കുറേ എക്സാമ്പിൾസ് ഇതിൽ വരണം. അതുകൊണ്ട് ടോപ്പ് പ്ലേയേഴ്സിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ജെന്യൂൻ ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം ബ്രേക്ക് ചെയ്യണം. ഈ ജെന്യൂൻ സംവിധാനങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് ഒരാൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പടപടാന്ന് കേരളത്തിൽ നിന്നും ഗ്ലോബൽ ബ്രാൻഡുകൾ, അത് യൂണിക്കോൺ അല്ല. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ വെറുതെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ യൂണിക്കോണുകൾ കേരളത്തിൽ നിന്ന് വരും. പക്ഷെ ഗ്ലോബൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ ഇൻഫ്ലുവൻസ് ആവും. അതാണ് സംഭവം. ഇപ്പൊ എന്തുകൊണ്ട് വിരാട് കോഹ്ലിക്ക് ഈ 2011 വേൾഡ് കപ്പ് ജയിക്കണം എന്ന് ഫീൽ ചെയ്തത്, അത് സച്ചിൻ തെണ്ടുൽക്കറിനെ ജയിപ്പിക്കണം. മനസ്സിലായി? സച്ചിൻ കൊടുത്ത ഒരു ഇൻഫ്ലുവൻസ് ആണ് സംഭവം. മനസ്സിലായി? കപിൽ ദേവ് ഒരു എൻറ്റയർ ജനറേഷന് ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം? ട്രോഫി ജയിക്കണം. അതുകൊണ്ടാണ് 2011 സച്ചിൻ ഔട്ടായി. ഫൈനൽ കളിക്ക് സച്ചിൻ ഔട്ടായി. അപ്പൊ സ്വാഭാവികമായി എല്ലാവർക്കും ആ യങ്ങർ ജനറേഷന് വന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇത് തന്നെയാണ് T20 വേൾഡ് കപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യങ്ങർ ജനറേഷൻ ഭയങ്കരമായിട്ടൊക്കെ ബൂസ്റ്റ് ആവും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സാമ്പിൾസ് അവരുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ്. എനിക്ക് സച്ചിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു വേൾഡ് കപ്പ് ജയിപ്പിക്കണം. എനിക്ക് വിരാട് കോഹ്ലിക്ക് വേണ്ടി ഒരു എന്ത് ചെയ്യണം? ചാമ്പ്യൻസ് ട്രോഫി ജയിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഈ ഇൻഫ്ലുവൻസ് വരണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് ഇത് വലിയ കൺസേൺ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കേണ്ടതില്ല. എല്ലാവർക്കും ജെന്യൂൻ എക്സ്ക്യൂസുകൾ ഉണ്ടാകും. ഇപ്പൊ സ്കാം ചെയ്ത് ഒരുപാട് കേരളത്തിൽ തന്നെ എത്രയോ സ്കാം നടക്കുന്നുണ്ട്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പൊ സ്വാഭാവികമായി ഒരാൾ ഫണ്ട് തരുമ്പോഴത്തേക്കും പേടിയാണ്. മനസ്സിലായില്ലേ? അതൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താണ്, ചൂടുവെള്ളത്തിൽ വീണ അതേപോലത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിൽ. അതിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമ്മുടെ വിഷൻ ആണെങ്കിലും. ഇപ്പൊ ഗ്ലോബൽ ബ്രാൻഡ് യൂണിക്കോൺ ഇവിടെ ഇല്ലാത്തൊരു നാടാണ് കേരളം. കേരളത്തിൽ യൂണിക്കോൺ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നിങ്ങളിപ്പോൾ സിലിക്കൻ വാലി ഉണ്ടാക്കുമെന്നും ഗൂഗിൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇതൊരു സംഭവമാണ്, ഇതൊരു മൈൻഡ് സെറ്റാണ്. എക്സാമ്പിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒരുപാട് സംവിധാനങ്ങൾ വരും. കാരണം കേരളം എഡ്യൂക്കേഷനിൽ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഹെൽത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തെ മോഡലാക്കിക്കൊണ്ട് പല സ്റ്റേറ്റുകളും സ്റ്റാർട്ടപ്പ് മിഷൻ കേരള മോഡലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് നമ്മുടെ കേരളത്തിലാണ്, ടെക്നോ പാർക്ക്. അപ്പൊ കേരളം പല കാര്യങ്ങളിലും മോഡൽസ് കാണിക്കുന്നുണ്ട്. മോഡലും ഒക്കെയാണ്, പക്ഷെ അതിനപ്പുറം കേരളം സ്കെയിൽ ചെയ്യുന്നതിനും ഒക്കെ അല്ല. അതെ, ഈ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്, ഇത് അച്ചീവ്മെന്റ്സും ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഉദാഹരണത്തിന് ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചൊരു കുട്ടി +2 ഫുൾ A+, എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ചിലപ്പോൾ IIT പോയേക്കാം. തിരിച്ച് വന്നപ്പോഴത്തേക്കും ജോബില്ല. ഓക്കെ, അപ്പോൾ അച്ചീവ്മെന്റ്സ് കാണിപ്പോൾ ഈ ജോബില്ലാത്ത കുട്ടിയെ നോക്കിയിട്ട് എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു എന്ന് പറയുന്നതിൽ ഇന്ന് പ്രസക്തിയില്ല. ആ കുട്ടിക്ക് ജോബില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റിയാലിറ്റി. ഈ റിയാലിറ്റിയിലാണ് നമ്മൾ ഒരുപാട് മോഡൽസ് ചെയ്തു. പക്ഷേ റിസൾട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ എന്തില്ല, യൂണിക്കോൺ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എല്ലാം സംഭവം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ റിസൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ജോബ് പ്രൊവൈഡ് ചെയ്യാൻ നേരത്തെ കോട്ടയത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ പോലെ മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നടക്കുന്നതിൻ്റെ റീസണാണ് ഇതൊക്കെ. ഓക്കെ, ഒരുപാട് സംഭവം നമ്മൾ ചെയ്തെങ്കിൽ പോലും ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയൊരു ഡ്രോബാക്ക്. ഒരു ബിലീഫ് തന്നെയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഒരു സ്കൂളിൽ പോയി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടി,
അവിടുന്ന് ഒരു ടാലൻറ്റിനെ കൊണ്ടുവന്നു, ഒരു ഇന്നോവേഷന് ചെയ്തു. എന്നിട്ട് ഈ 19 വയസ്സുകാരടുത്ത് സംസാരിച്ചു, എല്ലാം റെഡിയാക്കി കഴിയുമ്പോഴും ഒക്കെ കഴിഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഒരെണ്ണല്ലേ ഉണ്ടാക്കിയോളൂ. മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോം, ടെക്നോളജി പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, steep.com ഉണ്ടാക്കി, അതിൻ്റെ അകത്തുകൂടി കുട്ടികളെ പഠിപ്പിക്കാനൊരു വമ്പൻ ഡിസൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നു, കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ ചെയ്തു. അങ്ങനെ റെഡിയാക്കി എല്ലാം കൊണ്ടുവന്ന് ആ സംവിധാനം അടുത്ത സ്റ്റേറ്റ്സിലേക്ക് വയ്ക്കുമ്പോൾ അവർ ഇത്രയും കൊട്ടി കോച്ചിട്ട് ആകുള്ളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റേപ്പാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സാധനം കാണിച്ചു കൊടുക്കുമ്പോഴും അടുത്തൊരു സംഭവം പറഞ്ഞത് എക്സ്ക്യൂസ്, അത് നിങ്ങൾക്ക് ഇത്ര കോളേജിലല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ വില്ലേജ് പാർക്ക് എത്തിയാൽ ഒരു ഗ്രാമമല്ലേ ഉള്ളൂ, ഇപ്പോൾ 100 വില്ലേജ് പാർക്ക് 100 കെട്ടിടങ്ങളല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം ഇത് നമ്മൾക്ക് ഒരു ബിലീഫ് ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ലേ? അതൊരു ബിലീഫിൻ്റെ ഒരു പ്രോബ്ലം തന്നെ അല്ലേ ഇത്? ആക്ച്വലി അതൊരു പീപ്പിൾ മൈൻഡ് സെറ്റാണ്. അത് എപ്പോഴും എന്തുണ്ടാവും, ഈ നാട്ടിൽ ഉണ്ടാകും. അതിപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ രാജ്യങ്ങളിലും ഉണ്ട്. അമേരിക്കൻ രാജ്യങ്ങളുടെ ക്യാൻവാസ് കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. അവിടെ ട്രംപിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഇത്രയും സംഭവം അവർ ചെയ്തു. അതായത് ഏറ്റവും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തും നിങ്ങൾ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഇതൊരു കോൺസെപ്റ്റാണ്. ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഫ്യൂലല്ലേ സഫീഖ? ഇങ്ങനെ ഒരുപാട് പേര് പറയണമല്ലോ, പറഞ്ഞാൽ മാത്രമല്ലേ നമുക്കും എന്ത് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ സംവിധാനങ്ങൾ, ഇതാണ് റിയാലിറ്റി മക്കളെ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളാരും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് തന്നെയല്ലേ നമ്മളൊരു യൂത്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്, ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റാണ്. അതായത് ഇപ്പം ഞാൻ പേഴ്സണലി പഠിച്ച് വളർന്ന ഓൺട്രപ്രനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ തന്നെയാണ്. മാർക്ക് സക്കർബർഗ്, സ്റ്റീവ് ജോബ്സ്, ഇവരുടെയൊക്കെ സ്റ്റോറീസ് കേട്ടിട്ടാണ് ഞാൻ വളർന്ന് നിങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഓൺട്രപ്രനർഷിപ്പിൻ്റെ ലെസൺ 1 എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, എല്ലാവരും എതിർക്കും. ബട്ട് യു ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. ഇത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ലെസൺ. അതുകൊണ്ട് റിജക്ഷൻസ് വരുമ്പോഴേക്കും നമുക്ക് വളരെ നോർമലായിട്ട് എടുക്കാൻ പണ്ട് മുതലേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കൊടുക്കാനുള്ള അഡ്വൈസും പുതിയ യങ് ഓൺട്രപ്രനേഴ്സിനും. ഇന്നോവേഷൻസ് വിൽ നെവർ ബി അക്സെപ്റ്റഡ്. അതിപ്പോൾ ഇലോൺ മസ്കിനെതിരെ നീൽ ആംസ്ട്രോങ് കേസ് കൊടുത്ത പോലെ തന്നെയാണ്. പുള്ളിക്ക് ആ ഐഡിയ മനസ്സിലാവാത്തോണ്ടൊന്നുമല്ലല്ലോ. പുള്ളിക്ക് എന്തുണ്ട്, ആസ്ട്രോനോട്ടാണ്, പുള്ളിക്ക് റോക്കറ്റ് സയൻസിനെ കുറിച്ച് അറിയാം, നോളജ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ റീയൂസബിൾ റോക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ ലാൻഡിന് പോയി സീസ് ചെയ്ത് ഈ പറയുന്ന ലോ സൂട്ടൊക്കെ ചെയ്യേണ്ട റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു കോൺസെപ്റ്റാണ്. ഇത് പെട്ടെന്ന് അവർ ജനിച്ച് വളർന്ന രീതിയിലും അവരുടെ നോളജിലും ഈ ഇന്നോവേഷൻ ഇമ്പോസിബിൾ ആണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗലീലിയോ പറഞ്ഞു പണ്ട് സൺ നടുവിൽ നിൽക്കുന്നു, ബാക്കി പ്ലാനറ്റ്സ് ആണ് റിവോൾവ് ചെയ്യുന്നത്. ഇതാണ് ഗലീലിയോ പറഞ്ഞ സംഭവം. ഇത് തെറ്റാണ് എന്ന് പള്ളിക്കാരെല്ലാവരും എന്ത് ചെയ്തു, ഗലീലിയോ പിടിച്ച് ജയിലിലിട്ട്. ഇതൊരു കോൺസെപ്റ്റാണ്. ഇന്നോവേഷൻ ആര് പറഞ്ഞാലും അവരുടെ നോളജിലാണ് ഈ ഇന്നോവേഷൻ അവർ ജഡ്ജ് ചെയ്യുന്നത്. എൻ്റെ നോളജിൽ ഇത് മാച്ച് ആവുന്നില്ല, എന്നാൽ സ്വാഭാവികമായ ഒരു മസിൽ മെമ്മറി അല്ലെങ്കിൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഇത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കോൺസെപ്റ്റ്. അപ്പോൾ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് തന്നെ. ഇത് നോർമലാണ്. ഇതിനെ നോർമലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഓവർ തിങ്ക് ചെയ്ത് ഇനി അവരെ കൺവിൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതെന്താവും, ഇതെല്ലാം പോകും. ഓക്കെ, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. നിങ്ങൾ ഓരോരുത്തരെയും കൺവിൻസ് ചെയ്ത് ഇതെങ്ങും എത്തുകയില്ല. എത്തിക്കഴിഞ്ഞാലോ ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ പ്രോബബിലിറ്റി തിയറി പറയുന്ന പോലെ ഇപ്പോൾ ടാൽറോപ്പ് ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇപ്പോൾ 200 ഗ്രാമങ്ങളിൽ IT പാർക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പിച്ച് ചെയ്യുമ്പോൾ തന്നെ അപ്രോക്സിമറ്റ്ലി ഒരു വില്ലേജ് പാർക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 50 ലക്ഷം വരും. അതായത് 200 ബിൽഡിംഗ് ഓണർ 50 ലക്ഷം വെച്ച് 100 കോടി രൂപ നിങ്ങൾ ഈ പറയുന്ന ആശയം വിശ്വസിച്ച് അവർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ നോക്കുമ്പോൾ നോ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തൊരു പ്രോബബിലിറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ഓൺട്രപ്രനേഴ്സിൻ്റെ അടുത്തൊരു പ്രോബബിലിറ്റിയാണ്. ഇപ്പോൾ എന്തായാലും 200 ഗ്രാമത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഇത് എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കിയത്? 20,000 ബിൽഡിംഗ് ഓണേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. അവരെ നമ്മൾ കോൺഫറൻസിലേക്ക് 20 പാർലമെൻറ്ററിയിൽ നമ്മളെ കോൺഫറൻസ് വിളിച്ചു. അതിലിപ്പോൾ 5000 പേര് പങ്കെടുത്തു. അതിൽ ഈ വിഷൻ മുഴുവൻ നമ്മൾ പിച്ച് ചെയ്തു. എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, എക്കണോമിക്കൽ ഇമ്പാക്റ്റ്, ഇതുകൊണ്ട് എങ്ങനെയാണ് സിലിക്കൺ വാലി ആവുന്നത്, നമ്മളെ രാജ്യം എങ്ങനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തും, നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്സ്, ഇത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു. അതിൽ 1100 പേര് കൺവിൻസ്ഡായി. അതിൽ നിന്ന് പിന്നെ ഡിസ്കഷൻസും കാര്യങ്ങളും നെഗോസിയേഷൻസൊക്കെ വന്നിട്ട് അവസാനം 200 പേരെ കിട്ടി. അപ്പോൾ ലിറ്ററലി നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്, 1% ആളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ. 20,000 പേരിൽ 200 പേര്. ഈ ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾക്കിപ്പം പറയേണ്ടത്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, 100 വില്ലേജ് പാർക്ക് വന്നു അല്ലെങ്കിൽ 200 വില്ലേജ് പാർക്ക് വന്നാൽ 200 ഗ്രാമത്തിൽ കെട്ടിടമല്ലേ ഉള്ളൂ. 1064 സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ എക്സ്ട്രീം 1210 തിരിച്ച് 1210 വില്ലേജുകളിലും ഇതെല്ലാം വന്നു കഴിഞ്ഞു. കോളേജുകൾ 140 കോളേജുകൾ, സ്റ്റാർട്ടപ്പ് ഹബ്ബ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇനിഷ്യേറ്റീവ് അവർ ടെക്കീസ് പാർക്ക് ചെയ്യുന്നു. സ്കൂളുകൾ സയൻറ്റിസ്റ്റിനെ ഉണ്ടാക്കാൻ ഇൻവെൻറ്റർ പാർക്ക് ചെയ്യുന്നു. ദെൻ ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ടാലൻറ്റുകൾ വരുന്നു. ആ ടാലൻറ്റുകൾ വന്നിട്ട് അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ
ഇങ്ങനെ ഓരോ ഇന്നോവേഷൻസ് ചെയ്യുന്നു. ആ ഇന്നോവേഷൻസ് ചെയ്ത് അത് സ്റ്റേറ്റ്സിലേക്കും നാഷണലിലേക്കും ഇൻ്റർനാഷണലിലേക്കൊക്കെ അത് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. എന്ന് വരുന്ന മൊമെൻറ്റിൽ മാത്രം അംഗീകരിക്കപ്പെടുന്ന ഒരു മിഷനാണ് ടാൽറോപ്പ്. അപ്പം അതുവരെ അപ്പം എനിക്ക് അന്ന് 2017 ജോൺസിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 8 വർഷങ്ങൾക്കപ്പുറം ജോൺസ് എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ, 2020 ആൻമേരിയോട് പറഞ്ഞ് ആൻമേരി 5 വർഷങ്ങൾക്കപ്പുറം നിൽക്കുന്നത് പോലെ, ഇതുപോലെ ഒരു 2000-ഓളം 5000-ഓളം 10,000-ഓളം ആളുകളെ നമുക്കൊപ്പം വിശ്വസിപ്പിച്ച് നിർത്തിയാൽ മാത്രം സംഭവിക്കുന്നൊരു മിഷനാണ് ടാൽറോപ്പ്. അതുവരെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പം ചെറിയ പെൺകുട്ടികളെ നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാമാണ് പിങ്ക് കോഡേഴ്സ് എന്നുള്ള പ്രോഗ്രാം, നമ്മളെ എംപവർ ഹെർ പ്രോഗ്രാം, FEMA.org വ്യത്യസ്ത മിഷൻ ചെയ്യണം. അപ്പോൾ അവരെ ടാൽറോപ്പിൻ്റെ മിഷനിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ച് നിർത്താൻ ആൻമേരിയിൽ എന്ത് മാജിക്കാണ് ഉള്ളത്? ഇതിനുള്ള മാജിക് എന്ന് പറയുന്നത് ടാൽറോപ്പിൻ്റെ വുമൺ ഓൺടർപ്രണേഴ്സ് തന്നെയാണ്. പിന്നെ മലപ്പുറത്തുനിന്ന് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് ടാൽറോപ്പിൻ്റെ ഓൺടർപ്രണേഴ്സായ 2 വുമൺ ഓൺടർപ്രണേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓരോ ഓൺടർപ്രണേഴ്സിൻ്റെ വുമൺ ഓൺടർപ്രണേഴ്സിൻ്റെ ഒരു നിര തന്നെ നമ്മുടെ ടീമിലുണ്ട്. ആ ടീമിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ക്യാമ്പസുകളിലും ഓരോ പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഷോക്കേസ് ചെയ്യുന്നത്. അവർക്ക് പറ്റുകയാണെങ്കിൽ ഇവർക്ക് പറ്റുമല്ലോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് അവരായിട്ട് കൺവേ ചെയ്യുക, അവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം അവരായിട്ട്, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നത്. അതുപോലെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡ് തലത്തിലും നമ്മൾ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ടാൽറോപ്പിൽ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നതും അതിനനുസരിച്ചിട്ട് അവർ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ വുമൺ ഓൺടർപ്രണേഴ്സ് തന്നെ റിയൽ റിസൾട്ട്സ് തന്നെയാണ് നമുക്കുള്ള ഒരു ദിവസം ഇതെല്ലാം സംഭവിക്കുമെന്ന് അവരെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റണം. അവർക്ക് അതിലൊരു ഇമാജിനേഷൻ വരണം, അവരത് പഠിക്കണം, അവരത് ചെയ്യണം. 4 കാര്യങ്ങളാണല്ലോ. ഒന്ന് ബിലീഫാണ്, എൻഡ് ഓഫ് ദ ഡേ ആദ്യം ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്യാതാണെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ആൻമേരി പതിയെ ഇത് കണ്ടും കേട്ടും ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിന്ന് ചെയ്തും ഒക്കെ ട്രസ്റ്റ് ചെയ്താണ്. ഇപ്പം ആൻമേരിക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ആദ്യം പറയുമ്പോൾ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ വരുന്നു, വളരെ എന്തായിട്ടുണ്ട്, റിസേർവ്ഡ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഈ ഒരു എക്സ്പോഷർ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെ ഫാമിലീനെ കൺവിൻസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. ഇതിങ്ങനെ ഇടന്ന് ജില്ലകളിൽ തോറും ഓടുമ്പോഴുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്, ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത്? അന്ന് ഒരു ഇന്റേൺ ആയിട്ട് കയറി ഇപ്പോൾ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴേക്ക് എക്സാക്ട്ലി എന്തായിരുന്നു ഒരു ലൈഫിൻ്റെ ഒരു മൊത്തത്തിലൊരു എക്സ്പീരിയൻസ്? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ സിമ്പിളാണെന്നാണ് തോന്നുന്നത്. അന്ന് അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിളായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളും സോൾവ് ചെയ്തും കൺവിൻസ് ചെയ്തും വന്നൊരു ജേർണിയാണ് ഇപ്പോൾ ഉള്ളൊരു ജേർണി എന്ന് പറയുമ്പോൾ. ഇനീഷ്യലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു രാത്രി കൊണ്ടല്ല ഒരാളുടെ സക്സസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൺവിൻസ് ചെയ്യുക. ഇപ്പോൾ കാസർഗോഡ് പോയി നിന്നപ്പോഴും കണ്ണൂർ പോയി നിന്നപ്പോഴും ഒരുപാട് സ്ട്രഗിൾസ് വീട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് രാത്രി ഡ്രൈവ് ചെയ്യണേന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്നുള്ള പ്രഷറായിരുന്നു, ഫാമിലിയിൽ നിന്നും കാര്യങ്ങളിലുള്ള പ്രഷർ. അവർക്ക് ടെൻഷനാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടി രാത്രി ഡ്രൈവ് ചെയ്യൂ, ട്രിവാൻഡ്രം തൊട്ട് എറണാകുളം വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ അവരുടെ കൺസേൺസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഓരോ കൺസേൺസുകളും ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യവും ഡിഫറെൻ്റ് ആണ്. ആ സാഹചര്യം മനസ്സിലാക്കി അതെങ്ങനെ ഓവർകം ചെയ്യുക, ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. എന്തായാലും കംഫർട്ട് സോണിൽ ഒരാൾക്കൊരു സക്സസ് ഇല്ല. കംഫർട്ട് സോൺ അതിജീവിച്ച് അവർ അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തണം. ഇത് തന്നെയാണ് പാഠം, ഇത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സംഭവമാണ്. ഇപ്പോൾ കേരളത്തിന് ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഇപ്പോൾ. കാര്യം കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ പ്രശ്നം എന്തായിരുന്നു? പട്ടിണിയായിരുന്നു. അന്ന് പട്ടിണിയായിരുന്നു. അന്ന് ഈ ഗൂഗിൾ ഉണ്ടാക്കലല്ല അന്നത്തെ പ്രശ്നം, പട്ടിണിയായിരുന്നു. ആ പട്ടിണി മാറ്റാൻ എന്താ ചെയ്തത്? നമ്മളിവിടുന്ന് പലായനം ചെയ്തു, സിംഗപ്പൂരിലും മലേഷ്യയിലേക്കൊക്കെ പോയി. അന്ന് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നും പോയതല്ല. അന്നത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടിണി മാറ്റണമെങ്കിൽ പൈസ ഉള്ള സ്ഥലങ്ങളിൽ പോയി പണിയെടുത്ത് അവിടുത്തെ പൈസ ഇവിടെ കൊണ്ടുവരണമായിരുന്നു. അത് ഭംഗിയായിട്ട് നമ്മുടെ തലമുറ ചെയ്തു. നമ്മുടെ അപ്പാപ്പന്മാർ, ഉപ്പാപ്പന്മാർ അത് ഭംഗിയായിട്ട് ചെയ്തു. അവർ ആ രാജ്യങ്ങളിൽ പോയി പണിയെടുത്തു, അവർ ക്യാഷ് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു, ഒപ്പം വിസകൾ അയച്ചു തന്നു. നമ്മുടെ ആളുകൾ ഇവിടുന്ന് പലായനം ചെയ്തു പോയി. പട്ടിണി മാറ്റി എന്ന് പറയും. രണ്ടാമത്തെ എന്തായിരുന്നു? നമ്മുടെ പട്ടിണി മാറി, ഇനി പഠിക്കലായിരുന്നു, എഡ്യൂക്കേഷൻ ആയിരുന്നു. അന്നാണ് നമ്മുടെ പൂർവികന്മാരെന്ത് ചെയ്താൽ ഈ സ്കൂൾസ് ആൻഡ് കോളേജസിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ലാൻഡുകളും വിട്ട് സ്കൂൾസും കോളേജസും തുടങ്ങി. അവരെന്ത് ചെയ്തു? ഈ ക്ലറിക്കൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. നമ്മുടെ ആളുകളെ ക്ലർക്കുമാരായി. ഇപ്പോൾ ഡൽഹിയിൽ പോയി നോക്കിയാൽ മലയാളികളാണ് ക്ലർക്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കയറി ക്ലർക്കുമാരായി നമ്മൾ ആ പ്രോബ്ലം പരിഹരിച്ചു.
അടുത്ത റെവല്യൂഷൻ്റെ ടൈമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ആളുകൾ ഇവിടുന്ന് പലായനം ചെയ്ത് പട്ടിണി മാറ്റിയവരും നമ്മളെ നവോത്ഥാന നായകന്മാരാണ്. അന്നത്തെ ആവശ്യമാണത്. രണ്ടാമത് സ്കൂളുകളും കോളേജുകളും തുടങ്ങി ക്ലറിക്കൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അടുത്ത റെവല്യൂഷനായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഗൂഗിളിനെ പറ്റി, മൈക്രോസോഫ്റ്റിനെ പറ്റി, മെറ്റയെ പറ്റി. ഇപ്പോൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് സംസാരിക്കുമോ? നമ്മൾ എങ്ങനെയും ഭക്ഷണത്തെ പറ്റിയല്ലേ സംസാരിക്കുള്ളൂ. എഴുതാനും വായിക്കാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾക്ക് ആ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. ഇനി ഇത് ഓക്കെ അല്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ സിലബസ്. നമ്മൾ കുറ്റം പറയണത് ഇതുവരെ ഇത് ഓക്കെ ആയിരുന്നു, ഇനി ഇത് ഓക്കെ അല്ല. ഇനി ക്ലർക്കുമാരല്ല നമുക്ക് വേണ്ടത്, അത് നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രിയേറ്റേഴ്സിനെയാണ്. ഇനി ഇവിടെ റെവല്യൂഷൻസ്, ഇന്നോവേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നവരെയാണ്. ആ നവോത്ഥാനത്തിലേക്കാണ് നമ്മളൊരു നാടിനെ തയ്യാറെടുപ്പിക്കുന്നത്. ഈ ഒരു നവോത്ഥാനത്തിലേക്ക് ഒരു യൂത്ത് വിശ്വസിക്കുക, ഒരു സമൂഹം വിശ്വസിച്ച് നിൽക്കുക എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു സംഭവം എക്സാക്ട്ലി കേരളത്തിൽ 2030 സിലിക്കൺ വാലി മിഷൻ നടക്കൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നടക്കുമെന്ന് വിശ്വസിപ്പിച്ച് പറയാനുള്ള ഒരു പോയിന്റ് ജോൺസിൻ്റെ എന്താണ്? അല്ല, ഇത് എൻ്റെ എക്സ്പീരിയൻസിലാണല്ലോ. ഇതിപ്പോൾ 2017 നമ്മൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും 2 കൊല്ലം മുന്നേ നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ, അത് ഓൾറെഡി എന്താണ് മോർ ദാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ഓക്കെ, ഞാൻ 2017 ജോയിൻ ചെയ്തത് ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. കാരണം പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രീം എക്സാജറേഷനാണ്. മനസ്സിലായില്ലേ? ഈ എക്സാജറേഷൻ കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞു തുടങ്ങുന്നത് ഒരു 2018, 2019, 2020 3 വർഷം എടുത്തു. മനസ്സിലായി? 2020 ഒക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ ഇതൊരു ലെവലിലേക്ക് എന്താകും, ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരും എന്നുള്ളത്. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒരു റിയാലിറ്റിയാണ്. ഞാനിപ്പോൾ പേഴ്സണലി എന്താ പറയുക, വെയിറ്റ് ചെയ്യാണ്. ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ഓൾറെഡി ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തു. 10 കൊല്ലം എടുത്തു, R&D കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഫണ്ടിങ് ആണ് നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്തത്. എങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഇവിടുന്ന് സോഴ്സ് ചെയ്യാം പ്രോപ്പറായിട്ട്, എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് കൊടുക്കാം, ഇത് പ്രോപ്പറായിട്ട് നമ്മൾ സോഴ്സ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മോഡലുണ്ട്. ടാലൻറ്റുകൾ എങ്ങനെ ഹയർ ചെയ്യണം നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കറിയാം. ഇതേപോലെ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ എൻഡ് ടു എൻഡ് ഡെവലപ്പ് ചെയ്യണം നമുക്കറിയാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ, അതും നമ്മളിപ്പോൾ 100 വില്ലേജ് പാർക്ക് വെച്ചിട്ട് നമ്മളത് വാലിഡേറ്റ് ചെയ്തു. ഇനി എന്താണ്, ഇതിനെക്കുറിച്ച് അങ്ങ് സ്കെയിൽ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ സംവിധാനങ്ങൾ ചെയ്യുന്നത്. എത്ര സിമ്പിളായിട്ടാണ്. നമുക്ക് ഓൾറെഡി 2030 വരെയുള്ള റുട്ടീൻ നമുക്കുണ്ട്. ഇതങ്ങ് ചെയ്തു പോയാൽ മതി. ഇനി ബുദ്ധി ഉപയോഗിക്കലല്ല. ഓക്കെ, ഇനി മാറ്റർ ഓഫ് ടൈമും ആക്ഷൻസും അറ്റ് ദ റൈറ്റ് ടൈം. ഇതാണ് ഈ സിലിക്കൺ വാലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് പുതിയൊരാളിത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവർ വണ്ടർ അടിച്ചിരിക്കും, ക്യൂരിയോസിറ്റി. ഓർമ്മ ഉണ്ട്, ഒരാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളിയൊരു ഇതായിട്ട് നമ്മളൊരു കളിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു സംവിധാനമാണ്. മനസ്സിലായി? അതായത് ഇവർ കുറേ കെട്ടിടങ്ങളും കെട്ടിയിട്ട് ഇവർ മാർക്ക് സുക്കർബർഗിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് ടാൽഡ്രോപ്പ് എന്ന് പറയുന്നത്. സത്യത്തിൽ അതാണ് ടാൽഡ്രോപ്പ്. പുള്ളിയെ കളിയാക്കി പറഞ്ഞ അതാണ് ടാൽഡ്രോപ്പ്. നമ്മൾ കുറേ കെട്ടിടങ്ങളും കെട്ടി, ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയിട്ട് ടാലന്റുകളെ കാത്തിരിക്കുകയാണ്. കാര്യം ഈ ഗ്രാമത്തിൽ ഒരു 10 വയസ്സുകാരനുണ്ട്. ഏതാണ്? ജാക്മയെ പോലുള്ള ഒരാളുണ്ട്. ഇവിടുത്തെ അലിബാബ ഉണ്ടാക്കാൻ പറ്റുന്ന ഇലോൺ മസ്കിനെ പോലെ ഒരാളുണ്ട് അവിടെ. ഈ ടാലന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വെറുതെ ഇരിക്കുകയല്ല. ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് നമ്മൾ നിരന്തരം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സും പ്രോഗ്രാംസും ഈ ആശയങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രോബബിലിറ്റി തിയറി പ്രകാരം ഒരാളവിടെ ഉണ്ട്. ആ ടാലന്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ടാലന്റ് എന്തുണ്ടാക്കും? ഫേസ്ബുക്ക് ഉണ്ടാക്കും. ഇതിനാണ് ടാൽഡ്രോപ്പ്. ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ എന്നുള്ളൊരു വലിയ സ്വപ്നം. അപ്പോൾ ഇവിടെ ടാൽഡ്രോപ്പിന്റെ ഇപ്പം ടാൽഡ്രോപ്പിനെ എല്ലാവരും കാണുന്ന ഒരു വലിയ മാട്രിമോണിയൽ പോർട്ടലായിട്ടാണ് ടാൽഡ്രോപ്പ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇത് വന്നു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ വന്നു, ഇത്രയും ടീം മെമ്പേഴ്സ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, സാർ നമുക്കിത് ഒഫീഷ്യലി ഒരു മാട്രിമോണിയലും കൂടി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്താൽ. കാര്യം ഒരേ ഐഡിയോളജി ഉള്ള സംതിങ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാൻ വെറുതെ മരിച്ചു പോകില്ല, ഞാൻ എൻ്റെ സിഗ്നേച്ചർ കാണിച്ചിട്ടേ മരിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. നമ്മളിവിടെ കല്യാണ പോർട്ടലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും. അപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾ പിക്ക് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇത്രയും ഫിൽറ്ററിൽ ലെയർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ടീം വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കെട്ടിയാൽ മതിയല്ലോ എന്ന് പറയുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊരു മാതൃകയായിട്ട് അങ്ങനെ ഒരു മാട്രിമോണിയൽ പോർട്ടലിൽ നിന്ന് കെട്ടിയവരാണെങ്കിൽ അടുത്ത ഇതിൽ ഇങ്ങനെ ചോദിക്കുന്നവർക്കുള്ള അഡ്വൈസ് എന്താണ് ജോൺസൺ? ഞാനാ പെട്ടു, ഇനി പെട്ടെന്ന്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾ ഇവിടെ തന്നെ എന്ത് ചെയ്തോ, ഹയർ ചെയ്തോ, നിങ്ങൾ തന്നെ ടീം മെമ്പേഴ്സിനെ കണ്ടുപിടിച്ച് അറിഞ്ഞ് കെട്ടിക്കോ. കാരണം ഇപ്പോൾ ഡോക്ടറിന്റെ പ്രശ്നം ഒരു ഡോക്ടറിനെ മനസ്സിലാവുള്ളൂ. ഇതേപോലെ പുതിയ സംഭവം നമ്മൾ എക്കോസിസ്റ്റം ബിൽഡേഴ്സാണ്. എക്കോസിസ്റ്റം ബിൽഡർ എന്ന് പറയുമ്പോൾ പുതിയ പ്രൊഫഷനാണ്. അത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുന്നില്ല. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് ഹയർ ചെയ്ത് കിട്ടിക്കോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനോ പെട്ട്, നിങ്ങളും പെട്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ? ഞാന് കല്യാണത്തിന് മുന്നേ പ്രപ്പോസൽസ് ഒക്കെ വരുന്ന സമയത്ത് ചാവറ മാട്രിമോണി, ഓരോ മാട്രിമോണിയിൽ നമ്മള് കേറുമല്ലോ. കേറുന്ന വെച്ചാൽ പാരന്റ്സിന്റെ നിർബന്ധം വരാൻ കേറും. നമ്മളിങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ നോക്കും. നമുക്ക് വേണ്ട പ്രൊഫഷൻ അതിലുണ്ടാവില്ല. അങ്ങനെ കിട്ടിയ പ്രൊഫഷൻ, കറക്റ്റ് പ്രൊഫഷൻ തന്നെ കിട്ടി. ഹൈ റിസ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
എന്തായാലും ഇതിൽ കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലല്ലോ. ടാൽറോപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും വലിയ റിസ്ക് ഒന്നും ഇനി എന്തില്ല ഈ ലോകത്ത് വരാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ അതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തോളും, അങ്ങ് കഴിഞ്ഞ് പൊയ്ക്കോളും എന്നുള്ള പാർട്ട് ഓഫ് ലൈഫാണ്. അതായത് എൻ്റെ പണ്ടത്തെ തോട്ടം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫൊക്കെ രണ്ടാക്കണം എന്നാണ്. അതിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്, അത് അവരുടെ പെർസ്പെക്റ്റീവാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ടാൽറോപ്പിലേക്ക്, ആദ്യത്തെ കമ്പനിയാണല്ലോ എൻ്റെ ടാൽറോപ്പ്, ഇതിലേക്ക് വരുമ്പോഴേക്കുമാണ് ഇത് ആക്ച്വലി പാർട്ട് ഓഫ് ലൈഫാണ്. രാവിലെ എഴുന്നേക്കുന്നു, റിഫ്ലെക്സ് മസൽ മെമ്മറിയിലാണ് ഫോൺ വരുന്നത്. ഫോൺ വരുന്ന ആദ്യം തുറക്കുന്ന വാട്സപ്പാണ്, അപ്ഡേറ്റ്സ് എടുത്ത് ഇത് കൊടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം നടക്കുന്നു. അടുത്ത കോൺക്ലേവിന് പോകുന്നു, തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കി തിരിച്ച് വരുന്നു. ഇതൊക്കെ എല്ലാം മിക്സ്ഡ് ആണ്, പേഴ്സണലും പ്രൊഫഷണലും എല്ലാം മിക്സ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു ലൈഫ്, പാർട്ട് ഓഫ് ലൈഫാണ് ഒട്ടുമിക്ക എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു പ്രൊഫഷനായിട്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് വേണ്ടി എന്തോ വർക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. രാവിലെ സൺഡേ മോർണിംഗ് ഈവനിംഗ് ഒന്നും. അത് ചില സമയത്ത് ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് പറയാം, എനിക്ക് ഫോൺ നോക്കേണ്ടി വരും ഇത് ഏതാ. പക്ഷെ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് സൺഡേ ആണെങ്കിൽ അവർക്ക് സൺഡേയുടെ ഒരു ഇതുണ്ട്, ഫീലുണ്ട്. മൺഡേ ആണെങ്കിൽ അവർ ഓഫീസിലായിരിക്കും, സാറ്റർഡേ ആണെങ്കിൽ ചിലപ്പോൾ ഡിന്നറിലായിരിക്കും. ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് ഏത് ദിവസമാണെന്ന് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെ, നമ്മൾ പണ്ടൊക്കെ ഒരു ടീം മീറ്റ്, ടീം ലഞ്ച്, ടാൽറോപ്പിന്റെ തന്നെ ടീം ലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നും ലഞ്ചുണ്ട്, എന്നും ഡിന്നറുണ്ട്, എന്നും കോൺഫറൻസ് ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ വൈകുന്നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യും, ബുഫേ ആണല്ലോ, എല്ലാവരും ബുഫേ കഴിക്കുന്നുണ്ട്. അപ്പൊ ടാൽറോപ്പിൽ ഇതൊന്നും ഒരു സംവിധാനം ഇല്ലാതായിപ്പോണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ടാൽറോപ്പ് കണ്ടിട്ടില്ല നമ്മൾ പറയുന്നതിന്റെ റീസൺ അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഡെസ്ക് ജോബ്സ് ഇവരടുത്ത് എന്താണ് പറഞ്ഞത്, നിങ്ങൾ മാക്സിമം ടെക്നോളജി ടീമിനോടും കറക്റ്റ് ഫീൽഡ് ഇറങ്ങാൻ, വില്ലേജ് പാർക്കുകളിലേക്ക് ഇറങ്ങാൻ, കോൺഫറൻസിലേക്ക് ഇറങ്ങാനൊക്കെ നമ്മൾ പറയുന്നതിന് റീസൺ ഇതാണ്. കാര്യം അത് കിട്ടിയാലേ ഇവർക്ക് ശരിക്കും ടാൽറോപ്പിന്റെ വൈബ് കിട്ടുള്ളൂ. ഈ ഡെസ്ക് ജോബ്സ് ആണ് ടാൽറോപ്പിന്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും പറയണ ഡെസ്ക് ജോബ്സ് ആണ്. ഡെസ്ക് ജോബ്സിൽ ഇരിക്കുന്നവർക്ക് ഇതുവരെ ടാൽറോപ്പ് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും ടാൽറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT കമ്പനിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു എഡ്യൂക്കേഷണൽ സർവീസ് ആണ്. ഇതിനപ്പുറത്തേക്ക് അവർക്ക് കിട്ടാത്ത നമ്മുടെ ടാൽറോപ്പിലെ മറ്റ് കോർ ടീം മെമ്പേഴ്സ്, കാര്യം ഇതിൽ നിൽക്കുന്ന എല്ലാവരും ഒരു കാലത്ത് സ്റ്റുഡൻസ് അല്ലായിരുന്നോ, വോളണ്ടിയേഴ്സ് അല്ലായിരുന്നോ, ഇന്റേൺസ് അല്ലായിരുന്നോ, എംപ്ലോയീസ് അല്ലേ, അവർ തന്നെയല്ലോ. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡെസ്ക് ജോബ്സ് ചെയ്യുന്നവർ ആ ജോബിൽ മാത്രമാണ് നമ്മുടെ മിഷനോ ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയോ അതിൻ്റെ സ്ട്രഗിളോ അതിൻ്റെ പെയിനോ ഒന്നും അവർക്ക് അറിയുന്നില്ല. ഇതിലും കൂടി നമുക്കൊരു വലിയ ഡെസ്ക് ജോബ്സിനെയും കൂടി ഒന്ന് പൊട്ടിക്കാൻ പറ്റിയാൽ, ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഡോക്ടർ ആവാൻ താല്പര്യമുള്ളവർ ഡോക്ടർ ആകുന്നു, എഞ്ചിനീയർ ആവാൻ താല്പര്യം എഞ്ചിനീയർ ആകുന്നു. ഇതേപോലെ ഡെസ്ക് ജോബ് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് അവരെ കംഫർട്ട്, അവരെ വെറുതെ ഇനി ഇപ്പൊ ഫീൽഡിൽ കൊണ്ടുവന്ന് അവർ ഔട്ട് ഓഫ് ഫീൽഡ് ആയിപ്പോ, വെറുതെ എന്തിനാ എന്നെ പിടിച്ച് ഫീൽഡിൽ കൊണ്ടുവന്നത് അവർ ചോദിക്കും. അവർ ഡെസ്ക് ജോബിൽ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഒരാളെ ഡെസ്ക് ജോബിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കിട്ടാൻ പോകുന്ന ഒരു ലീഡർ, ഇപ്പം മിഷാനെ നമ്മൾ എന്ത് ചെയ്തു എടുത്ത് മാറ്റിയപ്പോഴാണല്ലോ മിഷാൻ ഇപ്പോൾ ഇന്റർനാഷണൽ ലീഡ് ചെയ്യുന്നത്. ഇതേപോലെ കുറേ പേരുണ്ട്. അവരെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത്, ഇതിപ്പോൾ നാഷണലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, അവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പ്രോബബിലിറ്റി കേസാണ്. എല്ലാവരെയും എടുക്കുക, ഇൻട്രസ്റ്റ് ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യണം, സ്പാർക്ക് ഉള്ളവരെ പിക്ക് ചെയ്ത് കൊടുക്കുക. ഡെസ്ക് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് കൊടുക്കും. പിന്നെ ഡെസ്ക് ജോബ് ഇല്ലാതെ നമ്മൾ റൺ ചെയ്യില്ലല്ലോ, ഈ ഡെസ്ക് ജോബ് എന്തായാലും നമുക്ക് വേണം. അപ്പൊ അത് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായി ഈ ഭൂമിയിൽ ജനിച്ച് വീഴും. അവരൊക്കെ ഡെസ്ക് ജോബിൽ ചെയ്തോട്ടെ. എല്ലാം ചെയ്യാൻ ആള് വേണമല്ലോ, പറയുമ്പോൾ എൻ്റെ ഓഫ് തെങ്ങി കയറാനും ആള് വേണമെന്ന് പറയുന്നത് പോലെ. പക്ഷെ നമ്മൾ ഒരാൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു ഗൂഗിൾ ബിൽഡ് ചെയ്യണമെന്ന്, അങ്ങനെയുള്ള ഒരാൾക്ക് അതിനുള്ള വഴി വേണമെന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്നുണ്ട് എനിക്ക് ഇത് മതി, പിന്നെ അല്ല, ഇത് ഞാൻ ഒരു ഇതിൽ വായിച്ചതാണ്, ടെസ്ലയിലാണോ സ്പേസിലാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും താഴെ ലെവലിൽ നിൽക്കുന്ന ഒരു ഇന്റേൺ ആണെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ട്, ഡയറക്റ്റ് അത് മുകളിലേക്ക് എത്തണം, CEO ഇലോൺ മസ്കിലേക്ക് എത്തണമെങ്കിൽ ആ ഇന്റേണിന് തരുന്ന പേപ്പർ അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് ഏതെങ്കിലും മാനേജറിലെ ടേബിളിൽ ഡിലേ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ മാനേജറിനെ പിടിച്ച് ഫയർ ചെയ്യും. മനസ്സിലായില്ലേ? ഇന്റേൺ ഡയറക്റ്റ് ആയിട്ട് സിഇഒനെ ആക്സസ് ചെയ്യത്തില്ല, അത്രയും വലിയ കമ്പനിയാണ്. പക്ഷെ അത് ടേബിളിൽ നിന്ന് കഴിഞ്ഞാൽ ആ മാനേജർ പിടിച്ച് ഫയർ ചെയ്യും. ഇതൊരു സംഭവമാണ്, ഫാസ്റ്റ് അഗ്രസീവ് ആയിട്ട്. കാരണം നമുക്കറിയില്ല ഈ പറയുന്ന ഐഡിയസ് ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ആ ഐഡിയ മുകളിലേക്ക് എത്തണം, അത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഫയർ ചെയ്യും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് റൺ ചെയ്യണം. വലിയ ഓർഗനൈസേഷൻ, ചെറിയ ഓർഗനൈസേഷനിലൊക്കെ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അത് പക്ഷേ അവർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ചിലർക്ക് ഭയങ്കര അസിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു അകലം നമുക്ക് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് സംവിധാനം നമുക്ക് ഇതിൽ ചെയ്യാം. നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യേണ്ടതുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ഇന്നിപ്പം നമ്മുടെ അൺടോൾഡ് സ്റ്റോറീസിൽ ഭാര്യ ഭർത്താക്കന്മാർ നമുക്കിപ്പോൾ ഇന്ന് ഗസ്റ്റായിട്ട് വന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ ഒരുമിച്ച് വിളിച്ചത് തന്നെ അതാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരെയും കൂടെ ആളുകൾ ടാൽറോപ്പിൽ കണ്ടോട്ടെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിക്കൊണ്ട് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. ഓക്കെ,
അപ്പോൾ അന്ന് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംവിധാനം. ആ സ്വപ്നത്തിൽ അന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വസിച്ചവരും ഇന്ന് ഇത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ രണ്ടാളും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വലിയ ഒരു മിഷനിലാണ് എന്നുള്ളൊരു സംഭവം. ടാൽറോപ്പ് എന്താണെന്ന് ഇപ്പം ഇത് നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ടാൽറോപ്പിൻ്റെ ഒരു ജേണിയും നമ്മുടെ തോട്ട്സ് എന്താണ്, നമ്മളിത് എങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനും ടാൽറോപ്പിനെ പറ്റി പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നമ്മളിപ്പോൾ ഈ സീരീസ് തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കുറേ കോൺസെപ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് വന്നതെന്നും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രസകരമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മളൊരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങളിരുന്ന് കണ്ടു. അപ്പോൾ ഇതിൽ വളരെ സീരിയസ് ആയിട്ടിരുന്ന് കണ്ട് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞു തരുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ അതിനായിരുന്നല്ലേ ചെയ്തത്, ഇതായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന വളരെ ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു മിഷൻ ഒരു ദിവസം യാഥാർത്ഥ്യമാകുമെന്നും അന്ന് മുതൽ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന കേരളമല്ല എന്നുള്ള സംവിധാനം, കാര്യം ഒരുപാട് മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ IT പാർക്കുകൾ, പല്ലുലു ഗ്രൂപ്പിൻ്റെ പുതിയ IT പാർക്ക്സ് വന്നു, അവിടെ 35,000-ഓളം പേർക്ക് ജോബ് വരുന്നുണ്ട്, സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ ചെയ്യുന്ന സംവിധാനം കണക്റ്റ് ആകണം. അതായത് ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷൻ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, പാരലി ഇവിടെ നടക്കുന്ന ഓരോ സംവിധാനങ്ങളെയും കണക്ട് ചെയ്യലാണ് നമ്മുടെ സക്സസ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു IT പാർക്ക് വന്നു, അവിടെ ഇപ്പോൾ IBMന് ഇപ്പോൾ ഒരു 500 പേർക്ക് വേക്കൻസി എന്ന് പറഞ്ഞാൽ ആ 500 പേരെ ഫൈൻഡ് ചെയ്ത് കൊടുക്കൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അവരെ ജോബിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും അവരവരുടെ ലിവിങ് കോസ്റ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒപ്പം വെറും ജോബിൽ മാത്രം പോരാ, നമുക്ക് നമ്മുടെ സ്വന്തം സ്വപ്നങ്ങൾ, നമ്മുടേതായ ലോകോത്തര കമ്പനികളും കൂടി ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ മറ്റ് കമ്പനികളിൽ നമ്മൾ പണിയെടുക്കില്ല എന്നല്ല, നമ്മൾ അമേരിക്കൻ കമ്പനിയിൽ പണിയെടുക്കും, നമ്മളും കനേഡിയൻ കമ്പനിയിൽ, എല്ലാ കമ്പനിയിലും നമ്മൾ പണിയെടുക്കും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷൻ. ഒരു ദിവസം ഇതെന്തായാലും യാഥാർത്ഥ്യമാകും. അന്ന് നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ.